ഫൈൻ ഫൈൻ. ഓക്കെ, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അല്ലെ? സ്റ്റാർട്ട് ചെയ്തല്ലോ. ഈ പാർട്ടിസിപ്പൻസ് ആരോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? പ്ലീസ് റെസ്പോണ്ട്. ആരോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ? ഞാൻ സ്റ്റാർട്ട് ചെയ്യണ്ടല്ലോ? പോയോ? ഇവിടെ റെക്കോർഡിംഗ് ഓക്കെ. എനിവൺ ക്യാൻ ആൻസർ. ആരോ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റെക്കോർഡിംഗ്. അത് ഓക്കെ, ഇൻ പ്രോഗ്രസ് ആണോ നോക്കിക്കോട്ടെ. ഒരു മിനിറ്റ്. റെക്കോർഡിംഗ് ഇൻ പ്രോഗ്രസ്. ഫൈൻ. ഓക്കെ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കാണാമല്ലോ അല്ലേ? സ്ലൈഡ് കാണാമല്ലോ? കാണാമോ? എന്തോ ക്ലിയർ ആവുന്നില്ല. കാണാമോ? ഓക്കെ ഓക്കെ ഓക്കെ. ഉറങ്ങിപ്പോവല്ലേ എല്ലാരും? ഓക്കെ. അപ്പൊ പർപ്പസ് ഓഫ് ബിൽഡിംഗ് ഇൻ വ്യൂ ജനറൽ സ്കോപ്പ് എന്താണ്? അതിന്റെ ജനറൽ സ്കോപ്പ്, പർപ്പസ് ഓഫ് ബിൽഡിംഗ് മനസ്സിലാക്കുക. എന്താണ് നമുക്ക് കിട്ടുന്നത്? പ്രൈവസി ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു സൈറ്റ് എന്താണ് ചൂസ് ചെയ്യാം. ബിഫോർ പർച്ചേസിങ് മേടിക്കുന്ന മുമ്പെയോ ഒരു സൈറ്റ് സെലക്ട് ചെയ്യുന്ന മുമ്പെയോ വി ഹാവ് ടു കൺസിഡർ സം ഫാക്ടേഴ്സ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത്. പിന്നെ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് ആയിരിക്കണം അല്ലേ? റെക്കോർഡ് ടു യുവർ കമ്പ്യൂട്ടർ. അപ്രൂവ്. ഓക്കെ. ഇപ്പം നമ്മളൊരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അത് ഡെവലപ്ഡ് ആണോ, ഫുള്ളി ഡെവലപ്ഡ് ആണോ, ഡെവലപ്പിംഗ് ഏരിയ ആണോ, ഫാസ്റ്റ് ഡെവലപ്പിംഗ് ഏരിയ ആണോ, അതിന് ഡെവലപ്മെന്റ് ഉണ്ടാവില്ലേ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണ് ടെസ്റ്റ് ചെയ്യണം. സൈറ്റ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ ലൊക്കാലിറ്റി വിച്ച് ഇസ് ഓൾറെഡി ഫുള്ളി ഡെവലപ്ഡ് ആർ വിച്ച് ഇസ് ഫാസ്റ്റ് ഡെവലപ്പിംഗ്. ഓൾറെഡി ഡെവലപ്ഡ് ആണോ ഓർ ഫാസ്റ്റ് ഡെവലപ്പിംഗ് ആണോ? അവിടെ നല്ല സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഓക്കെ, നൈബേഴ്സ് ഒക്കെ നല്ലതാണോ? വാട്ട് അബൌട്ട് ദി സ്റ്റാറ്റസ് ഇൻ സൊസൈറ്റി? സോഷ്യലി ആണോ, ഈ ഫ്രണ്ട്ലി ആണോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടിരിക്കുന്നു. അതായത് തൊട്ടടുത്തുള്ള ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സൈറ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ അടുത്തൊരു ഇൻഡസ്ട്രീസ് ആണെങ്കിൽ ഇസ് ഇറ്റ് പോസിബിൾ? പറ്റില്ല. അപ്പം ഫ്രണ്ട്ലി നൈബേഴ്സോട്ട് നോക്കുക. അത് നമുക്ക് നന്ന സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണോന്നും നമ്മൾ നോക്കുക. ഓക്കെ, ദെൻ അവൈലബിൾ ഫെസിലിറ്റീസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കമ്മ്യൂണിറ്റി സർവീസസ് ഉണ്ടോ? ഫയർ പ്രൊട്ടക്ഷൻ, പോലീസ് വരാനുള്ളത്, ക്ലിയറിംഗ് ആ വേസ്റ്റ് ആൻഡ് സ്ട്രീറ്റ് ക്ലീനിങ്, വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോകുന്ന ഏരിയ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണോ? ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. യൂട്ടിലിറ്റി സർവീസ്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് വരേണ്ടത്? വാട്ടർ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ഡ്രെയിനേജ് സർവീസസ് ഉണ്ടോ? അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്കൂൾ അടുത്തുണ്ടോ, ഹോസ്പിറ്റൽസ് അടുത്തുണ്ടോ, ലൈബ്രറീസ് അടുത്തുണ്ടോ, റിക്രിയേഷൻ അടുത്തുണ്ടോ, ടെലിഫോൺ ഫെസിലിറ്റി, ഇങ്ങനത്തെ കാര്യം ആണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഷോപ്പിംഗ് എല്ലാവർക്കും അറിയാം, കടകളും മാളുകളൊക്കെ. മീൻസ് ട്രാൻസ്പോർട്ടേഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അവിടെ ടൂ വീലർ പോകാനുള്ള സ്ഥലം, കുറച്ച് ഇടുക്കി ടൂ വീലർ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബസ് ഫെസിലിറ്റീസ് ഉണ്ടോ, അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ, എല്ലാം നമ്മൾ എന്ത് ചെക്ക് ചെയ്യുക. ഓക്കെ, അവൈലബിൾ ഫെസിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം സർവീസിനെയാണ് അവൈലബിൾ ഫെസിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എ ഗവൺമെന്റ് ലാ. ഇവിടെ കുറെ റൂൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫോളോ ചെയ്യണം. എല്ലാം നമ്മളെ സൈറ്റ് ഒരു വിത്തിൻ ദ ലിമിറ്റ് ഓഫ് ആൺ ഏരിയയിൽ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അവിടെ ലോസും ബൈലോസും ഒക്കെ പറയുന്നുണ്ട്. അത് KRB-യിലും ഉണ്ട്, KMRB-യിലും ഉണ്ട്, NBC-യിലും ഉണ്ട്. കുറെ റിസ്ട്രിക്ഷൻസ് അവർ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ പാലിക്കണം അല്ലെ? അപ്പൊ ഇറ്റ്സ് എ ബൈ ലോ ഓഫ് ദ ലോക്കൽ അതോറിറ്റി എൻഫോഴ്സ് റെസ്ട്രിക്ഷൻ അക്കോർഡിംഗ് പ്രൊപ്പോർഷൻ ഓഫ് പ്ലോട്ട് ടു ബി ബിൽഡ് അപ്പ്. വേക്കന്റ് സ്പേസ് ആണോ, ടു ബി ലെഫ്റ്റ് ഇൻ ഫ്രണ്ട്, എത്ര ഫ്രണ്ട് വിടണം, ബാക്ക് വിടണം, സെറ്റ് ബാക്ക് വിടണം, സൈഡ് വിടണം, വാട്ട് അബൌട്ട് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്, എവറിത്തിങ് വി ഹാവ് ടു എന്താണ് ചെക്ക് ഇറ്റ് ഔട്ട് ഓൺ ദ ബേസിസ് ഓഫ് കോഡ്. ബൈല യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. ഷേപ്പ് ആൻഡ് സൈസ്. നമ്മൾ ഏതൊരു പ്ലോട്ട് ചെയ്യുമ്പോഴും ഏരിയ ഓഫ് ദ പ്ലോട്ട് ഷുഡ് ബി സച്ച് എങ്ങനെയായിരിക്കും? കീപ്പ് ഇൻ വ്യൂ റെസ്ട്രിക്ഷൻസ് ഓഫ് ദ ലോക്കൽ അതോറിറ്റി. റെസ്ട്രിക്ഷൻസ് ഒന്നും പാടില്ല. ലോക്കൽ അതോറിറ്റി എന്തെങ്കിലും ബാക്കിലുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഹൈറ്റ് കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പ്രിഫർലി എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് റെഗുലർ ഷേപ്പ് ആയിരിക്കും. ഇറഗുലർ ഷേപ്പ് പ്രിഫർ ചെയ്യാറില്ല. ഓക്കെ, ഇറഗുലർ ഷേപ്പ് നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. ഷോർപ്പായിട്ടുള്ള കോർണേഴ്സ് ഉള്ള സൈറ്റും നമ്മൾ പ്രിഫർ ചെയ്യാറില്ല. ഓക്കെ, അത് കൂടാതെ
ഫ്യൂച്ചർ എക്സ്റ്റൻഷന് ഓക്കെ ആണോ, ഇനി ഫ്യൂച്ചർ വരുന്ന കാലത്ത് നമുക്ക് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിൽ നോക്കണം. ഓക്കെ, ടെറൈൻ കണ്ടീഷൻ. ടെറൈൻ കണ്ടീഷൻ എങ്ങനെയായിരിക്കണം? പ്ലേസിന് ഓൾറെഡി പറഞ്ഞു, പ്ലെയിൻ ആയിരിക്കും ബെറ്റർ. ലെവൽ പ്ലെയിൻ അല്ലെങ്കിൽ നമുക്ക് പറയാം അതിനെ ലെവൽ എന്ന് പറയാം. സ്ലോപ്പ് അങ്ങനെ സിക്സാക്ക് ആയിട്ടോ അങ്ങനെ ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കുത്തനെ ഉള്ള സ്ലോപ്പോ പറ്റില്ല. യൂണിഫോം സ്ലോപ്പ് ഈസ് ബെറ്റ് ഫ്രം വൺ ടു ദ അതർ. എപ്പോഴും യൂണിഫോം സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ മഴ വന്നാൽ പോലും പ്രോപ്പർ ഡ്രെയിനേജും കാര്യങ്ങളും നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാം, അത് വെള്ളത്തിന്റെ ലോഗിങ് കൂടിയിട്ട് എന്താണ് മണ്ണിടിഞ്ഞു വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ബട്ട് ടെറൈൻ കണ്ടീഷൻ ഓൾവേസ് try to choose leveled with the uniform slopes. Okay, then ground soil important ആണ്. ചെളി വേണമെങ്കിൽ പോയി നമുക്കൊരു വീട് വെക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു സൈറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാനുള്ള. ഇറ്റ് വിൽ കോസ് മെനി പ്രോബ്ലംസ്. ഓക്കെ, റൈറ്റ്. ഒന്നാമത്തെ കാര്യം എക്കണോമിക്കലായിട്ട് ഫൗണ്ടേഷൻ ഉണ്ടാകും. ഇപ്പൊ ക്ലേ വെള്ളം ലോഗ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ വി ഹാവ് ടു മൂവ് ഫോർ പൈ ഫൗണ്ടേഷൻ. ഓൾ ദോസ് തിങ്സ് പോകണം. ഇറ്റ്സ് വെരി എക്കണോമിക്കൽ വൺ. ആൻഡ് ഓൾസോ അങ്ങനത്തെ ക്ലേ പോലത്തെ സോയിൽ കൊണ്ടുവച്ചാൽ സെറ്റിൽമെന്റ് ഉണ്ടാവും, അപ്പം അത് ഫെയിൽ ആവും. അപ്പൊ എപ്പോഴും നമുക്ക് നല്ല സോയിൽ കണ്ടീഷൻ ഉള്ളത് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഹാർഡ് ആയിട്ടുള്ള റോക്ക്, നല്ല സാൻഡ്, ഡെൻസ് ആയിട്ടുള്ള സാൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡെൻസ് സോയിൽ എന്ന് പറയാം. എപ്പോഴും ഒരു 60 to 120 സെന്റിമീറ്റർ ലെയർ ഓഫ് ലൈഫ് സോയിൽ ഉള്ളതുപോലെ, ഒരു 60-120 സെന്റിമീറ്റർ ലെയറിൽ ഒരു ലൈൻ കവർ ചെയ്യുന്ന പോലത്തത്. അപ്പം നമുക്ക് ഗ്രാവൽസ് പോലത്തെ, അതാ റോക്ക് അതാ ഉദ്ദേശിച്ചത്, ഗ്രാവൽസ്. പിന്നെ ഡെൻസ് സോയിൽ, സാൻഡ് ആവാം അല്ലെങ്കിൽ ഡെൻസ് സോയിൽ പോലത്തെ ടൈപ്പ് ഓഫ് സോയിൽ കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നാച്ചുറൽ ലൈറ്റ് ആൻഡ് എയർ എപ്പോഴും എൻഷുർ ചെയ്യണം, ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ലാതെ നാച്ചുറൽ ലൈറ്റ് ആൻഡ് എയർ ആ സൈറ്റിൽ വരുന്നു എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ദെൻ എൻവറോൺമെന്റൽ കണ്ടീഷൻ. നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരിക്കണം. മാൻമെയ്ഡ് എൻവറോൺമെന്റ് ക്രിയേറ്റ് ഹെൽത്തി ലിവിങ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എൻവറോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവരുത്. എൻവറോൺമെന്റൽ പ്രോബ്ലംസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ കൊണ്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന നിയർ ബൈ സ്ലഡ്ജ് ഏരിയാസ്, വേസ്റ്റ് ഡിസ്പോസൽ ഏരിയാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. നല്ല ഹെൽത്തി ആയിട്ട് ജീവിക്കാനും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ അവിടെ അഡ്മയർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. നിയർ ബൈ ഫാക്ടറീസ് ഉണ്ടോ, ബാനി ഹിൽസ്, ഫർണസ് പോലത്തെ സ്ഥലങ്ങളുണ്ടോ, ഈ സാധനങ്ങളൊക്കെ സീരിയസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഇഫ് നോട്ട്, ഇതെല്ലാം നമ്മളെ ഹെൽത്തി ലിവിങ് കണ്ടീഷനെ ഇഫക്ട് ചെയ്യും. ഓക്കെ, റൈറ്റ്. ആൻഡ് ലീഗൽ ആൻഡ് ഫിനാൻഷ്യൽ ആസ്പെക്ട്. ഓണർഷിപ്പ് റൈറ്റ്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓണർഷിപ്പ് ക്ലിയർ ആണോ, അത് ഈക്വൽ കോസ്റ്റ് ആണോ, അത് ഗവൺമെന്റ് പ്ലോട്ട് ഒന്നും അല്ലല്ലോ, അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യേണ്ടത്. ദെൻ വി ഹാവ് അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത്, അവിടെ അതർ ഫാക്ടേഴ്സ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നോയ്സി ആയിട്ടുള്ള ഏരിയ ആണോ, ക്രൗഡഡ് ലൊക്കാലിറ്റീസ് ആണോ, അടുത്ത് റിവേഴ്സ് ഉണ്ടോ, ഓക്കെ, അടുത്ത് ഡ്രെയിനേജ് പാത്ത് പോകുന്നുണ്ടോ, സോയിൽ റിക്ലൈം ചെയ്യുന്നത് വാട്ടർ ലോഗ്ഡ് ഏരിയ ആണോ, ചെളിവെളുപ്പുള്ള ഏരിയ ആണോ, സെറ്റിൽമെന്റ് വരുന്ന ഏരിയ ആണോ, ഇൻഡസ്ട്രി വരാനുള്ള സാധ്യത ഉണ്ടാവുന്ന ഏരിയ ആണോ, ഭയങ്കര സ്മോഗി ആയിട്ടുള്ള ഏരിയ ആണോ, ഇതൊക്കെ അതർ ഫാക്ടേഴ്സ് ആണ്. അല്ലെങ്കിൽ സ്മെല്ല് വരുന്ന ഏരിയ ആണോ, ഇതെല്ലാം കംസ് അണ്ടർ അതർ ഫാക്ടേഴ്സ്. അപ്പൊ ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ജനറൽ ആയിട്ട് ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത്രയാണ്, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഒരു റെസിഡൻഷ്യൽ ആണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ, എപ്പോഴും നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഫുള്ളി ഡെവലപ്ഡ് ഏരിയ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റിന് ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഏരിയ ആയിട്ടായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒന്നി ഡെവലപ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ there's a chance for development. ഇനി വരും കാലങ്ങളിൽ അത് ഡെവലപ്പ് ആവും എന്നുള്ള ഇത്, നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഉള്ളത് പോലത്തെ ഏരിയ, ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, അത് ബസ് ആവാം, റെയിൽവേ ആവാം, ഇപ്പൊ സ്കൂളിലും കോളേജസിലും മാർക്കറ്റിലൊക്കെ പോകാൻ ഈസി ആയിട്ട് പോയി വരാൻ പറ്റുന്നുണ്ടോ, അതാണ് നോക്കുന്നത്. പിന്നെ സിവിക് സർവീസസ് ആരൊക്കെ, വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ്, സീവേഴ്സ്, ഇലക്ട്രിക് ലൈൻസ്, സപ്ലൈസ് ഒക്കെ കൃത്യമായിട്ട് വരുന്ന ഏരിയ ആണോ, ഇപ്പം റേഞ്ചിന്റെ കാര്യം, ടവർ എല്ലാം, ഇപ്പൊ ഫോൺ ആയാലും ബ്രോഡ്കാസ്റ്റിംഗ് എല്ലാം തന്നെ നമുക്ക് റേഞ്ചിന്റെ ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് കൊടുക്കാതെ നമുക്ക് പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ആൻഡ് soil at site should not be made up of as far as possible. എപ്പോഴും സോയിൽ വെരി വെരി ഇമ്പോർട്ടന്റ്. സോയിൽ സെലക്ട് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ഒന്നും ഉണ്ടാവാതെ നമുക്ക് നോക്കണം. ഇനി ഫോർ എക്സാമ്പിൾ ക്ലേ സോയിൽ ആണെങ്കിൽ സെറ്റിൽമെന്റ് ഉണ്ടാവും, അപ്പം ബിൽഡിങ്ങിന് കൊലാപ്സ് ആവാൻ സാധ്യതയുണ്ട്, അത് ക്രാക്സ് ഒക്കെ വരും, ക്വൈറ്റ് കോമൺ ആണ്. സോ വെരി വെരി ഇമ്പോർട്ടന്റ്. ഫൗണ്ടേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആ ഫൗണ്ടേഷൻ നിൽക്കുന്ന സോയിൽ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അവിടെ ഫെയിലിയർ ആണെങ്കിൽ ടോട്ടലി ഫെയിലിയർ ആണ്. ഓക്കെ, അബഡന്റ് ലൈറ്റ് ആൻഡ് എയർ വരുന്നുണ്ടോ, നമ്മൾ ഗ്രൗണ്ട് വാട്ടറിന്റെ ടേബിള്
ഒരിക്കലും ഹൈ ആവാൻ പാടില്ല. നമ്മളെ ബിൽഡിങ്ങിന്റെ സോയിലിന്റെ കുറച്ച് താഴോട്ടായിരിക്കണം ഗ്രൗണ്ട് വാട്ടർ ടേബിൾ നിൽക്കുന്നത്, അതായത് വെള്ളത്തിന്റെ ലെവൽ നിൽക്കുന്നത്. മേളിൽ പൊങ്ങി നിൽക്കാൻ പാടില്ല. സ്കൂൾസ്, ഹോസ്പിറ്റൽസ് എല്ലാം അടുത്തുണ്ടോ, സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻസ് ഉണ്ടോ നോക്കിക്കൊള്ളണം. നല്ല ഫൗണ്ടേഷൻ കെട്ടാനുള്ള സോയിൽ ആണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം. റെസിഡൻഷ്യൽ ഹൗസ് എപ്പോഴും തന്നെ ബിസി ആയിട്ടുള്ള കമേഴ്ഷ്യൽ റോഡിൽ നിന്ന്, ബിസി ആയിട്ടുള്ള റോഡ് SH NH ഒക്കെ ഉള്ള പോലത്തെ റോഡിൽ നിന്ന് എപ്പോഴും കുറച്ച് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഓക്കെ. പിന്നെ വർക്ക്ഷോപ്സോ ഫാക്ടറീസോ ഇൻഡസ്ട്രീസോ ഫർണസസോ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത് ഒരിക്കലും നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ. ദെൻ സൈറ്റ് എങ്ങനെ ഓറിയന്റ് ചെയ്യണം, എങ്ങനെ അറേഞ്ച് ചെയ്യണം വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. റെഗുലർ ആയിരിക്കണം, ഷാർപ്പ് കോർണർ എഡ്ജസ് ഒന്നും ഉണ്ടാവരുത്. സൈറ്റ് എവറിത്തിങ്, ലൈറ്റിന്റെ കേസ് ആയാലും മോർണിംഗിന്റെ സൺ ആയാലും ഈവനിങ്ങിന്റെ കേസ് ആയാലും എല്ലാം തന്നെ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ എല്ലാം തന്നെ അവൈൽ ചെയ്യാൻ പറ്റുന്ന സൈറ്റ് ആയിട്ട് ക്വാറന്റൈൻ. ഓക്കെ. അപ്പം ഇത് ജനറൽ ആണ്. ഇപ്പം ഒരു പേഴ്സൺ ഒരു മനസ്സിലൊരു വീടുണ്ട്, അത് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന മുമ്പേ അവർ സൈറ്റ് ആയിരിക്കും ആദ്യം സെലക്ട് ചെയ്യുന്നത്. ആ സൈറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കണം, ഒരു കോമൺ മാനിന് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ആണ് ഇതിവിടെ ടെക്നിക്കലി പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഭയങ്കര സിമ്പിൾ ആണ്. ആ സാധനം നമ്മൾ റൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അത് ഇതില് സ്റ്റാൻഡേർഡ് ഹൈറ്റ് പറയുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് റോ റൈസ് ബിൽഡിംഗ് ആണെങ്കിൽ അതിന്റെ ഫ്ലോർ ഹൈറ്റ്, അത് ഫസ്റ്റ് ഫ്ലോർ ആണ്, ഫസ്റ്റ് ഫ്ലോർ പെർ ഫ്ലോർ ആ പറയുന്നത്. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, ഒരു ഫ്ലോറിന് മാത്രം ഹൈറ്റ് ആണ് ഇത് പറയുന്നത്. എപ്പോഴും 2.7 to 3 meter പെർ ഫ്ലോർ എന്നാണ് പറയുന്നത്. ഓക്കെ. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ 3 to 3.5 meter പെർ ഫ്ലോർ ആവാം. കൊമേഴ്ഷ്യൽ, ഓക്കെ, അതായത് അല്ലാത്ത ഷോപ്സും കാര്യങ്ങളൊക്കെ 3 to 3.5 meter പെർ ഫ്ലോർ ആവാം. ഇൻഡസ്ട്രീസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ മെഷീനറി എക്യുപ്മെന്റ്സ് ഒക്കെ കയറ്റേണ്ടി വരും, വണ്ടികൾ കയറ്റേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലായിരിക്കണം. 4 to 6 meter പെർ ഫ്ലോർ എന്നാണ് പറയുന്നത്. ഹൈ റൈസ് ആണെങ്കിൽ, നല്ല വലിയ ബിൽഡിംഗ് ഹൈസ്കാപ്പോസ് പോലത്തതാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി 3 to 3.5 meter പെർ ഫ്ലോർ എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഇത് സ്റ്റാൻഡേർഡ് ഹൈറ്റ് ആണ്. ഇനി ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് നിങ്ങൾക്ക് പറയുന്നില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒറ്റ സ്ലൈഡിൽ പറഞ്ഞേ ഉള്ളൂ. എപ്പോഴും ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ റാ മെറ്റീരിയൽസ് പെട്ടെന്ന് കിട്ടണം. അതായത് മെറ്റീരിയൽസിന് വേണ്ടി കുറെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഭയങ്കര നഷ്ടമാണ്. അപ്പം ഏറ്റവും പെട്ടെന്ന് മെറ്റീരിയൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം, ലേബേഴ്സ് കിട്ടുന്ന സ്ഥലമായിരിക്കണം. പിന്നെയും ഇൻഡസ്ട്രി വലുതാക്കാൻ ഉള്ള സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. വേസ്റ്റ് വരുമ്പോൾ അത് ഡിസ്പോസ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെ ക്ലൈമറ്റ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. ഇൻഡസ്ട്രീസിൽ ഭയങ്കര തണുപ്പുള്ള എടുത്ത് കൊണ്ടുവെക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രീസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇൻഡസ്ട്രീസ് ബിൽഡിംഗിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കിനി ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാവേ. ഇന്നലെ നോക്കിയതുപോലെ ഇത്രയും കവർ ചെയ്തേക്കുന്ന ഈ പോർഷൻസ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, അതിൽ കവർ ചെയ്യുന്ന കുറെ പോർഷൻസ് നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, റൈറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യണേ ആൻസർ ചെയ്യാനായിട്ട്. Which of the following is the most important factor in the selection of a residential building site? എന്താണ്? ഉറങ്ങിയോടെ എല്ലാരും? Which of the following is the most important factor in a ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഏതിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. പോരട്ടെ. അവൈലബിലിറ്റി ഓഫ് ലേബർ ആണോ, സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി ആണോ, പ്രോക്സിമിറ്റി ടു മാർക്കറ്റ് ആണോ, ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണോ? അവൈലബിലിറ്റി ഓഫ് ലേബർ നമുക്കൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ല. മാർക്കറ്റ് വേണം, ഇറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ല. വെരി ഗുഡ്. സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി, ഗുഡ്. സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി ഗുഡ്. സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഒരു ഫൗണ്ടേഷൻ ഇടും മുമ്പേ ആ സോയിലിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം, സോയിൽ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. ആ സ്ട്രെങ്ത് ലബോറട്ടറിയിൽ കൊണ്ടുവന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അത് ആസ് പെർ ദ കോഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അത് ഓക്കെ, ആ സോയിൽ ഓക്കെ ആവുള്ളൂ. മനസ്സിലായോ? അപ്പൊ സോയിൽ ബെയറിംഗ് കപ്പാസിറ്റി ഇസ് എ സ്ട്രെങ്ത് ഫാക്ടർ കംസ് അണ്ടർ ഫൗണ്ടേഷൻ. അപ്പം വെരി വെരി ഇമ്പോർട്ടന്റ്. ഓൾറെഡി പറഞ്ഞു, ഏത് ഫസ്റ്റ് റിലവൻസ് എന്ത് തന്നെയാണ് ഒരു സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ സോയിൽ കണ്ടീഷൻ ആണ്. ഫൗണ്ടേഷൻ നമുക്ക് അതിനകത്ത് ഇടാൻ പറ്റൂ. ഫൗണ്ടേഷൻ ഇടാൻ പറ്റില്ലെങ്കിൽ ആ സൈറ്റ് സെലക്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ബാക്കിയൊക്കെ സെക്കൻഡറി ആണ്. ഓക്കെ. വിച്ച് ടൈപ്പ് ഓഫ് സോയിൽ ഇസ് ബെസ്റ്റ് സൂറ്റഡ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ? ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായി ഏതൊരു കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ഏത് സോയിലാണ് ഇസ് ദ ബെസ്റ്റ്? ഏതാണ്? ക്ലേയിൽ ആരും കൊണ്ടുപോയി വീട് വെക്കുക, ചെളിമണ്ണാണേ.
വെക്കൂല ആരും. ബ്ലാക്ക് കോട്ടൺ സോയിലും ആരും വെക്കൂല. സാൻഡി, നല്ല സാൻഡി ആണെങ്കിലും ബുദ്ധിമുട്ടാ. ഏതാണ്? യെസ്, ഒബ്ജക്റ്റ് നമ്പർ ഡി, ഓപ്ഷൻ നമ്പർ ഡി. ഓക്കെ, ഗ്രാവൽ കുറച്ച് മെറ്റൽസും സാൻഡും മിക്സും ആയിട്ടുള്ള സോയിലാണ്, ഇസ് എ ബെറ്റർ വൺ. ഓക്കെ, വി വിൽ മൂവ് ഫോർ ബ്ലാക്ക് കോട്ടൺ സോയിൽ. ഇഫ് ദ ഓപ്ഷൻ ഗ്രാവലും സാൻഡും സോയിൽ ഇല്ലെങ്കിൽ നമുക്ക് പോവാമായിരുന്നു, ബ്ലാക്ക് കോട്ടൺ സോയിൽ പോവാമായിരുന്നു. പക്ഷെ ക്ലേ സോയിൽ ഒരിക്കലും, സാൻഡ് സോയിൽ ക്ലേ സോയിൽ ഒരിക്കലും തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യില്ല. ഓക്കെ, ഫൈൻ, റൈറ്റ്. നെക്സ്റ്റ്, കമ്മിങ് ടു തേർഡ് ക്വസ്റ്റ്യൻ. The presence of which of the following on your site is considered a major disadvantage of building construction? ഒരു ബിൽഡിംഗ് സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏത് കാര്യമാണ് ഏറ്റവും ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഒരിക്കലും പാടില്ലാത്തത് എന്ന് പറയുന്നത്? വാട്ടർ ലോഗിംഗ്. The presence of which of the following sites consists a major disadvantage ആണ്. ക്വസ്റ്റ്യൻ അഡ്വാൻറ്റേജ് അല്ല, ഡിസഡ്വാൻറ്റേജ് ആണ്. ഒരു സൈറ്റില് മേജർ, യെസ്, മാറിപ്പോകരുത്. മേജർ ഡിസ്അഡ്വാൻറ്റേജ് അല്ല ചോദിച്ചത്, ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിച്ചത്. ഓക്കെ, സോ ദിസ് വൺ, മേജർ ഡിസഡ്വാൻറ്റേജ്. ട്രീസ് ഉണ്ടാവാം, ഗ്രൗണ്ട് ലെവലായിട്ട് ഇരിക്കണം, ലെവൽ യൂണിഫോം ആയിട്ടിരിക്കണം, നല്ല സൺലൈറ്റ് ഉണ്ടാവും, വെള്ളം ഉണ്ടാവാൻ പാടില്ല, വാട്ടർ ലോഗിങ് ഉണ്ടാവില്ല, വെള്ളക്കെട്ട് പോലത്തെ സാധനങ്ങൾ അവിടെ പാടില്ല. അപ്പം വാട്ടർ ലോഗിങ് ഈസ് ആൻ ആൻസർ. ഓക്കെ, രണ്ടോ മൂന്നോ പ്രാവശ്യം ക്വസ്റ്റ്യൻ റീഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പറ്റും, തെറ്റിപ്പോവും കേട്ടോ. പെട്ടെന്ന് നമ്മൾ അഡ്വാൻറ്റേജ്, ഇപ്പൊ നമ്മൾ പലരും വിചാരിക്കുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഏത് അഡ്വാൻറ്റേജ് എന്ന്, അപ്പൊ നമ്മൾ എന്തായിരിക്കും ആദ്യം ലെവൽ ഗ്രൗണ്ട് ഓക്കെ, സൺലൈറ്റ് ട്രീസ് ഓക്കെ എന്നൊക്കെ പറഞ്ഞത് സൂക്ഷിച്ചോണം. വിച്ച് ഓഫ് ഫോളോയിങ് ഫാക്ടേഴ്സ് ഇസ് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് വെൻ സെലക്ടിങ് എ സൈറ്റ് ഫോർ ആൻ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്? ലീസ്റ്റ് ഇമ്പോർട്ടന്റ്, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് നമ്മൾ സൈറ്റ് നോക്കാൻ പോവുകയാണെങ്കിൽ ഏതാണ് ലീസ്റ്റ് ഇമ്പോർട്ടന്റ്? നിയർ ബൈ സ്കൂൾസും ഉണ്ടാവാൻ പാടില്ല. ആസ് പെർ ദ റൂൾ അവിടെ നിയർ ബൈ സ്കൂൾസ് ഉണ്ടാവാൻ പാടില്ല എന്നാണ്. ഓക്കെ, റൈറ്റ്. ആൻസേഴ്സ് വരുന്നുണ്ട്. വെരി ഗുഡ്, ഗുഡ്, ഫൈൻ, ഫൈൻ, നല്ല കാര്യം. ഓക്കെ, എല്ലാവരും ആൻസർ അവിടെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഗുഡ്. അടുത്ത് നോക്കാം. ഫൈൻ. A good site for a residential building should ideally be located in which of the following zones? C. Good site for a residential zone. ഒരിക്കലും കൃഷി ഏരിയയിലോ കൊമേഴ്ഷ്യൽ സോണിലോ ഇൻഡസ്ട്രിയൽ സോണിലോ അല്ല, റെസിഡൻഷ്യൽ സോൺ തന്നെയാണ്. അവിടെ ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, ഇപ്പം റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയതുകൊണ്ട് റെസിഡൻഷ്യൽ സോൺ ഉള്ളതുകൊണ്ട് ഇനി ഇത് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കോ എന്നൊരു ഡൗട്ടൊന്നും ഉണ്ടാവേണ്ട. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി പ്രിഫർഡ് വൈൽ സെലക്ടിങ് എ സൈറ്റ് ഫോർ എ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ? ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വിച്ച് വിൽ ബി പ്രിഫർഡ് മോർ? A site without any legal restriction, a site within an area where local authority bylaw apply, a site in remote location with no regulation, a site where only height restrictions apply. A site without any legal restriction. Legal restriction ഒരു സൈറ്റ് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല, ബിൽഡിംഗ് കോഡ് പറയുന്ന രീതിയിൽ അല്ലാതെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഈ സൈറ്റിന് ദൂര സ്ഥലത്ത് കൊണ്ടുവച്ചാൽ അവിടെ റെഗുലേഷനോ അമ്യൂണിറ്റീസോ നമുക്ക് കിട്ടത്തില്ല, അപ്പൊ അതും ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. സൈറ്റ് വയർ ഓൺലി ഹൈറ്റ് റെസ്ട്രിക്ഷൻ അപ്ലൈ. ഹൈറ്റ് റെസ്ട്രിക്ഷൻസ് ഉള്ള സൈറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല, ഹൈറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഏതാണ് ആൻസർ? എ സൈറ്റ് വിത്തിൻ ആൻ ഏരിയ where local bylaws apply, പറ്റുന്ന ഏരിയ ആയിരിക്കും, ലോക്കൽ അതോറിറ്റി ബൈലോ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയിരിക്കണം. ദാറ്റ് ഷുഡ് ബി ഏതാണ്? ബി. Okay, next question, 7th question. Building by law may restrict all of the following except ഏതാണ്? Question read ചെയ്തിട്ട്. Building by law may restrict all of the following except. പ്ലോട്ട് കവറേജിനെ കുറിച്ച് ബിൽഡിംഗ് ബൈലോ പറയുന്നുണ്ട്, വേക്കന്റ് സ്പേസസ് ഓൺ ദ സൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, മാക്സിമം ബിൽഡിംഗ് ഹൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ജനലിനെ കുറിച്ച് പറയുന്നുണ്ടോ, വിൻഡോസിനെ കുറിച്ച് പറയുന്നുണ്ടോ? ബിൽഡിംഗ് ബൈലാസ് പറയുന്നുണ്ടോ? ഒരിക്കലും പറയത്തില്ല.
ഏത് വിൻഡോ യൂസ് ചെയ്യുന്നു എന്നുള്ളത് അത് കസ്റ്റമറിന്റെ ഇഷ്ടമാണ് അല്ലെ. ബാക്കിയെല്ലാം പറയും പ്ലോട്ട് കവറേജ് ഇത്ര വേണം, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ വേക്കൻ സ്പേസ് ഓൺ ദ സൈറ്റ്, സൈഡ് ബാക്ക്, ഫ്രണ്ട് ബാക്ക്, സെറ്റ് ബാക്ക് ഒക്കെ വേണം, ഒരു ബിൽഡിന്റെ ഹൈറ്റ് കൂടാൻ പാടില്ല എന്ന് പറയും. പക്ഷെ ടൈപ്പ് ഓഫ് വിൻഡോസ് യൂസ്ഡ് പറയോ? പറയില്ല. സോ ആൻസർ ഏതാണ്? സി. Okay, next, local authority bylaw are important during site selection because they are ലോക്കൽ അതോറിറ്റി ബൈലോ. എപ്പോ ഒരു സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോയാലും ലോക്കൽ, അത് പഞ്ചായത്താണല്ലോ നമുക്ക് തരുന്നത്. ഇപ്പൊ ഏതൊരു സൈറ്റ് പോകുമ്പോൾ ആദ്യം നമ്മൾ അപ്രൂവൽ മേടിക്കുന്ന എവിടെയാ? പഞ്ചായത്ത്. ആ പഞ്ചായത്ത് ആരാ? ലോക്കൽ അതോറിറ്റിയാണ് അല്ലേ? ലോക്കൽ അതോറിറ്റി അല്ലേ പഞ്ചായത്ത്. അപ്പൊ അവിടെ ബൈലോ ഉണ്ട്, ആർ ഇമ്പോർട്ടന്റ് ഡ്യൂറിങ് സൈറ്റ് സെലക്ഷൻ. എന്തുകൊണ്ടാണ്? അത് തെറ്റിച്ചാൽ എന്ത് സംഭവിക്കും? അവര് നമ്മള് റൂള് തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ സമ്മതിക്കുമോ? ഒരിക്കലും ഇല്ല. ഫ്രീ ലാൻഡ് ടു ഓണേഴ്സ് കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. ഡെക്കറേഷൻ സ്റ്റൈൽസ് ഫോർ ബിൽഡിംഗ് കൊടുക്കൂ? സജസ്റ്റ് ചെയ്യില്ല. എന്തായിരിക്കും? നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ദേ വിൽ എൻഫോഴ്സ് റെസ്ട്രിക്ഷൻസ് ഓൺ ലാൻഡ് യൂസ് ആൻഡ് കൺസ്ട്രക്ഷൻ. സി. മനസ്സിലാക്കിയിട്ട് ചെയ്യണം. ഓക്കെ. വെൻ സെലക്ടിങ് എ പ്ലോട്ട് ഓഫ് ലാൻഡ്, ദ ഏരിയ ഷുഡ് ബി സഫിഷ്യന്റ് ടു വെൻ സെലക്ടിങ് എ പ്ലോട്ട്, ഒരു പ്ലോട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ദ ഏരിയ ഷുഡ് ബി സഫിഷ്യന്റ് ടു സി മീറ്റ് ദ കറന്റ് ആൻഡ് ഫ്യൂച്ചർ റിക്വയർമെന്റ്സ് ഓഫ് ദ ഓണർ. അതായത് പ്രസന്റ് ആയിട്ടുള്ളത് നോക്കണം, ഫർദർ ഇനി പോകുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് അതിനനുസരിച്ച് മാറ്റാൻ പറ്റുന്നുണ്ടോന്നും കൂടെ നമ്മൾ നോക്കണം. ഓക്കെ, ഫൈൻ. സി. വെരി ഗുഡ്. റൗണ്ട് ചെയ്തു. മഞ്ഞ കളർ അല്ലേ? വെരി ഗുഡ്. അടുത്ത് നോക്കാം. 10th question. A preferred shape of a building site is ഏതാ? പെട്ടെന്ന് റൗണ്ട് ചെയ്താ. A preferred shape for a building site is irregular ഒരിക്കലും ചെയ്യൂല. സർക്കിൾ വിത്ത് അൺഈവൻ ബൗണ്ടറീസ് ഒരിക്കലും ചെയ്യരുത്. നാരോ ലോങ് ആയിട്ട് ഒരിക്കലും ചെയ്യരുത്. ഷോർട്ട് കോർണേഴ്സ് ഉള്ളത് ഒരിക്കലും നമ്മൾ ചെയ്യൂല. അപ്പൊ ഏതാ ആൻസർ? സി. മിൽബസ് ചെയ്തു. ഗുഡ്. സി. Now, why should irregular shaped plot be avoided in building construction? എന്തുകൊണ്ടാ അവോയ്ഡ് ചെയ്യേണ്ടെന്ന് പറയുന്നത്? എന്തുകൊണ്ടാ? Why should irregular shaped plot be avoided in building construction? എന്തുകൊണ്ടാണ് അതെന്ന് പറയുന്നത്? ഗുഡ്. സി. എന്തുകൊണ്ടാ? They may result in inefficient use of space and poor planning. ഓക്കെ. റെഗുലർ ആണെങ്കിൽ നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് സ്പേസ് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും, നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഒരു ഇറഗുലർ പ്ലോട്ട് ആണ് അവിടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സ്ഥലങ്ങള് പ്രോപ്പറായിട്ട് ഇപ്പൊ റൂമായിട്ടോ കിച്ചണായിട്ടോ ഒന്നും തിരിച്ചൊന്ന് മാറ്റാൻ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ ഇൻഎഫിഷ്യന്റ് യൂസ് ഓഫ് സ്പേസ് ആൻഡ് പൂവർ പ്ലാനിങ് വിൽ ദ ഓക്കെ ദിസ് വൺ. ഫൈൻ. ഓക്കെ. നെക്സ്റ്റ് 12th question. ഇങ്ങനത്തെ ജനറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും, സൂക്ഷിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ദ മാക്സിമം പെർമിസിബിൾ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് ജനറലി ഗവേൺഡ് ബൈ ഹൂ? ദ മാക്സിമം പെർമിസിബിൾ ഹൈറ്റ്. ദ മാക്സിമം പെർമിസിബിൾ ഹൈറ്റ് ഓഫ് എ ബിൽഡിംഗ് ആരാ തരുന്നേ? സി. ലോക്കൽ ബിൽഡിംഗ് ബൈലാസ് ആൻഡ് റെഗുലേഷൻസ് ആണ് തരുന്നത്. ഓണർ അല്ല പറയുന്നത്. അല്ല ഒരു പെയിന്റ് അനുസരിച്ചിട്ടല്ല, അല്ല ഒരു ഫ്ലോർ ഏരിയ അനുസരിച്ചിട്ടല്ല. ലോക്കൽ ബിൽഡിംഗ് ബൈലാ ആൻഡ് റെഗുലേഷൻ പറയുന്നുണ്ട് ഇങ്ങനെ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പം ലോക്കൽ ബിൽഡിംഗ് ബൈലാസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ടിപ്പിക്കൽ ഫ്ലോർ ടു സീലിംഗ് ഹൈറ്റ് ഇൻ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്? അതായത് പെർ ഫ്ലോർ വെച്ച് നമ്മൾ പറഞ്ഞില്ലേ, അതിന്റെ ഹൈറ്റ് എത്രയാണ്? ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെ ഹൈറ്റ്, ഫ്ലോർ ടു സീലിംഗ് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ആണ്, പെർ ഫ്ലോർ ആണ് ചോദിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. എത്ര? 2.75 meters. റെസിഡൻഷ്യൽ ബിൽഡിംഗ് 2.75 2.75 തൊട്ട് 3 വരെ മതി. അപ്പൊ 3.75 വരത്തില്ല. ഇത് മാറി ചെയ്തിട്ടുണ്ടേ. കുറെ റെഡും കുറെ യെല്ലോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പിള്ളേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. 2.5 ആണോ 3 ആണോ 4.5 ആണോ എന്ന്. അപ്പം ചെയ്യുമ്പോ ആ ഒരു പർട്ടിക്കുലർ ഇതിൽ തന്നെ ചെയ്യാൻ നോക്കണേ.
കുറെ പേര് താഴോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരാൾ 3.75 മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരാൾ 2.7. ഇനി മാറിപ്പോയതാണോ, പലരും പല പല ആൻസർ തന്നതാണോ എന്ന് അറിയില്ല. ഓക്കെ ഫൈൻ, എന്നാൽ ഞാൻ റൗണ്ട് ചെയ്തേക്കാം, അപ്പം പിന്നെ ഒരു കൺഫ്യൂഷൻ വേണ്ട. 2.75 meters. ഓക്കെ, വെറിച്ചൊക്കെ കളിക്കുന്നുണ്ടല്ലോ, പച്ചയും മഞ്ഞയും ഒക്കെ, ഡ്രോയിങ് ഒക്കെ. ഓക്കെ, എന്തായാലും ഉറങ്ങുന്നില്ലല്ലോ, അതന്നെ വലിയ കാര്യം. ഫൈൻ, എല്ലാരും ഞാൻ റൗണ്ട് ചെയ്യുന്ന കാര്യം നോക്കിക്കൊണ്ടേ റൗണ്ട് ചെയ്യുന്നത് കേട്ടോ. 2. ഞാൻ ആൻസർ പറയുന്നുണ്ട്, 2.75 meter. ആഹാ, നിങ്ങൾ വരച്ചതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ക്ലിയർ മൈ ഡ്രോയിങ്സ് കൊടുക്കുന്നേ കുഞ്ഞുങ്ങളെ. ആരാണോ ഇത് വരച്ചത്, ക്ലിയർ മൈ ഡ്രോയിങ്സ് കൊടുക്കാമോ? ആ, ക്ലിയർ മൈ ഡ്രോയിങ്സ് കൊടുക്കുക. വരച്ച പച്ച കളറ്, മഞ്ഞ കളറ്, കുറെ കളേഴ്സ് കിടക്കുന്നില്ലേ? ക്വസ്റ്റ്യൻ വരുമ്പോ നമുക്ക് പിന്നെ വരയ്ക്കാം. അഭിരാമം വരച്ചിട്ടുണ്ടാവും. അഭിരാമം ക്ലിയർ ഡ്രോയിങ്സ് കൊടുക്കോ? ആ, ഗുഡ് ഗുഡ്. ആ പച്ച കളറും കൂടെ കൊടുത്തേക്ക്. യെല്ലോ കളർ വരച്ചത് ആരാ? ക്ലിയർ മൈ ഡ്രോയിങ്സ്. ആ, ഡിലീറ്റ് റീസൈക്കിൾ പിന്നെ അല്ലെങ്കിൽ ക്ലിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ കയറിയിട്ട് കൊടുക്കാം. ആ, ഓക്കെ ഫൈൻ. കൊടുത്താ? നിതീഷാണാ കൊടുക്കുന്നേ? ആ, എല്ലാത്തിലും വന്നിട്ടുണ്ടല്ലോ കുഞ്ഞുങ്ങളെ. എല്ലാരും നല്ല സൂപ്പറായിട്ട് വരച്ചു വെച്ചേക്കുവാന്നല്ലോ. ക്ലിയർ മൈ ഡ്രോയിങ്സ് കൊടുത്തോ? ആ ഗ്രീൻ കളർ മാത്രം പോയാൽ മതി. ഇനി ഗ്രീൻ കൊടുക്കണം. ഗ്രീൻ വരച്ച കുട്ടി കൊടുക്കണം. എനിക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ആരാണ് ഈ ഗ്രീൻ വെച്ച് വരച്ചേക്കുന്നത്, അവര് ക്ലിയർ മൈ ഡ്രോയിങ്സ് കൊടുക്കാവോ? ഇസ് ഇറ്റ് പോസിബിൾ? അല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, ഗുഡ് ഗുഡ്, താങ്ക് യു. ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. ഇനി പോവാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ്, നിങ്ങൾക്ക് അറിയുന്ന സാധനമാണ് കമ്പോണൻസ് ഓഫ് ബിൽഡിങ്സ്. ഇവിടെ ക്വസ്റ്റ്യൻ വരുന്ന സ്ഥലം പറയാം ഞാൻ എവിടേക്കായിരിക്കും എന്ന്. ഒരു ബിൽഡിങ്ങിന് എന്തൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു വീട്ടിലെ സാധനം പറഞ്ഞേ, ഒരു വീട്ടിലെ കമ്പോണൻസ് ഒക്കെ ഒന്ന് പറഞ്ഞേ, ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തേ. കമ്പോണൻസ് ഓഫ് ബിൽഡിംഗ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് ബിൽഡിംഗ്. പെട്ടെന്ന് നിങ്ങളെ വീട്ടിന്റെ കുറെ സാധനങ്ങൾ പറ, താഴെ തൊട്ട് പറ. പറഞ്ഞോടെ, പോരട്ടെ പോരട്ടെ. ഒന്നുമില്ലേ? ഫൗണ്ടേഷൻ, പിന്നെ ഉറങ്ങിയോ എല്ലാരും? ഫൗണ്ടേഷൻ, വീട്ടില് ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആവുന്നില്ല, വോളിയം കൂട്ടി പറയണേ. എന്തോ? ആ, കറക്റ്റാ, ഗുഡ് ഗുഡ്, പറഞ്ഞോ. ഫ്ലോർ, വാൾ, റൂഫ്. ആ, ഗുഡ് ഗുഡ്. വോൾ, ബീം, കോളംസ്, കുറച്ച് സാധനങ്ങളുണ്ട്. കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം. കുറച്ച് ഇമ്പോർട്ടന്റ് കെയർ കൊടുക്കുന്ന കുറെ കമ്പോണൻസും കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. ഫൗണ്ടേഷൻ എല്ലാവർക്കും അറിയാം, ഏറ്റവും ലോയസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഒരു ലോയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും താഴോട്ടുള്ള ഫസ്റ്റ് അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ടതാണ്. ഓക്കെ, എവിടെയാണ്? സോയിലാണ് അത് നിൽക്കുന്നത്. ഓക്കെ, എല്ലാ ലോഡ്സും, ബിൽഡിങ്ങിന്റെ എല്ലാ ലോഡ്സും ഈ ഫൗണ്ടേഷനിൽ കൂടെ പോയി, അല്ലെ, കോളത്തിൽ നിന്ന് ബീമിന്നൊക്കെ ഫൗണ്ടേഷനിൽ വന്ന് താഴെ സോയിലിൽ ട്രാൻസ്ഫർ ആയി പോകും. ഇതില് മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ് ഈവൻലി ആൻഡ് സേഫ്ലി ടു ദ ഗ്രൗണ്ട്. ഫൗണ്ടേഷന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ലോഡ് ഈക്വൽ ആയിട്ട് ഗ്രൗണ്ടിലോട്ട്, സോയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇപ്പം എപ്പോഴും നമ്മളൊരു സാധാരണ സ്ട്രക്ചർ ആണെങ്കിൽ ഡെപ്ത് കീപ്പ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് 1.5 meter ഫ്രം ഗ്രൗണ്ട് ലെവൽ. നമ്മൾ ബേസ് ലെവലിൽ നിന്ന് അല്ലെങ്കിൽ സോയിൽ ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 1.5 meter ഡെപ്ത് ആണ് നമ്മൾ ഫൗണ്ടേഷൻ ഡെപ്ത് ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ റൈറ്റ്, ഇത് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി പ്ലിന്ത്. പ്ലിന്ത് സിവിൽ കുട്ടികൾക്ക് അറിയായിരിക്കും, അല്ലാത്ത ബ്രാഞ്ചസ് കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഒരു ഫിഗർ കൂടി ഇട്ടേക്കുന്നത്. പ്ലിന്ത് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും അറിയാം. ഇവിടെ ഈ ഇമേജ് ഒന്ന് നോക്കിയാൽ ഈ വീടിന്റെ കണ്ടോ, ഇവിടെ ഈ ഈ ലെവലിൽ നിന്ന് ഈ ലെവൽ വരെ, എന്നിട്ടാണ് ആ ഡോറിന്റെ ലെവൽ വന്നേക്കുന്നത്. കണ്ടോ, എല്ലാരും കണ്ടോ? പ്ലിന്ത് ഹൈറ്റ്, അതായത് ഒരു ഓഫ്സെറ്റ് ആണ്. ഇറ്റ്സ് ക്രിയേറ്റ് ഗ്രൗണ്ട് ലെവൽ ആൻഡ് ദ സൂപ്പർ സ്ട്രക്ചർ. നമ്മളെ സോയിൽ ലെവൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മൾ സബ്സ്ട്രക്ചർ, ഫൗണ്ടേഷൻ അല്ല, സൂപ്പർ സ്ട്രക്ചർ ഭിത്തി കെട്ടാൻ തുടങ്ങുന്നു. ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ഫൗണ്ടേഷന് മേളിൽ നമ്മൾ തുടങ്ങത്തില്ലേ, അതുവരെ. അതാ പറഞ്ഞ ദ ഓഫ്സെറ്റ് വിച്ച് ഇസ് ക്രിയേറ്റഡ്, ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ground level and superstructure of the thing. Okay, right?
അതായത് ഇറ്റ്സ് മെയ്ഡ് ബൈ കൺസ്ട്രക്ടിങ് എ ബ്രിക്ക് വാൾ ഫ്രം ഗ്രൗണ്ട് ലെവൽ ടു ദ റിംഗ് ലെവൽ ഓഫ് ദ ബിൽഡിംഗ്. ഗ്രൗണ്ട് ലെവൽ നമ്മളൊരു ബ്രിക്ക് വർക്ക് കെട്ടും, എന്നിട്ട് ഒരു ബിൽഡിങ്ങിന്റെ അവിടെ റിംഗ് ഇങ്ങനെ ചുറ്റിനും ഒരു റിംഗ് ഉണ്ട്. അത് അപ്പൊ ഇതാണ് പ്ലിന്ത് ഹൈറ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ പ്ലിന്ത് ഹൈറ്റ് കൊടുക്കുന്നത്? വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ? ഗ്രൗണ്ട് സർഫസിൽ മോയ്സ്ചർ ഉണ്ടാവും. മോയ്സ്ചർ വെച്ചാൽ ഈർപ്പമാണ് പറയുന്നത്. ഈർപ്പം ഉണ്ടാവും അല്ലേ? എപ്പോഴും ഗ്രൗണ്ടിന്റെ അകത്ത് ഗ്രൗണ്ട് ലെവൽ വാട്ടർ ഉണ്ട്, കാപ്പിലറി വെള്ളമുണ്ട്, ഒരുപാട് വെള്ളങ്ങൾ ഉണ്ടാവുന്ന സ്ഥലമാണ് ഗ്രൗണ്ട് ലെവൽ. അപ്പം അവിടെ നിന്ന് പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇത് സൂപ്പർ സ്ട്രക്ചർ കൊടുക്കുവാണെങ്കിൽ വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ എപ്പോഴും ഈർപ്പം തട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ഇങ്ങനെ ഒരു ഹൈറ്റ് കൊടുക്കുന്നത്, ഒരു പ്ലിന്ത് ലെവൽ കൊടുത്തിട്ടാണ് സൂപ്പർ സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? മോയ്സ്ചർ ഒന്ന് എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി, ഈർപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ഈ പ്ലിന്ത് ഹൈറ്റ്, ഈ റെക്ടാംഗുലർ നോക്കണേ, ഈ പ്ലിന്ത് ഹൈറ്റ് ഓഫ് എനി ബിൽഡിംഗ് എപ്പോഴും നമ്മൾ ഒരു 45 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3 ഫീറ്റ് എന്ന് പറയാം, 45 സെന്റിമീറ്റർ എങ്കിലും മിനിമം നമ്മൾ ഇവിടെ പ്ലിന്ത് ഹൈറ്റ് കൊടുക്കാറുണ്ട്. മനസ്സിലായോ പ്ലിന്ത് എന്താണെന്ന്? എവരി വൺ, പ്ലിന്ത് മനസ്സിലായോ? ഇറ്റ്സ് നത്തിങ് ബട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രൗണ്ട് ലെവൽ ടു ദ സൂപ്പർ സ്ട്രക്ചർ ഓഫ് ദ ബിൽഡിംഗ്. ഡിങ് അല്ല, ബിൽഡിംഗ് ആണ് കേട്ടോ. ബിൽഡിംഗ് ഈ ഇതിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഈർപ്പം വരത്തില്ല. ഈ മണ്ണില് മിക്കവാറും ഈർപ്പം കാണും. അത് ഡയറക്റ്റ് ആയിട്ട് സ്ട്രക്ചറിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലെവല് കൊടുത്തേക്കുന്നത്. ഓക്കെ, അതുപോലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് കേസ്, അത് കൊടുത്താൽ മാത്രം പോരാ, അതിന്റെ കൂടെ കയറാതിരിക്കണമെങ്കിൽ DPC, ഡാം പ്രൂഫ് കോഴ്സ്. ഡാം പ്രൂഫ് കോഴ്സ് DPC നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്യുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് DPC ഒക്കെ വരും. അങ്ങനെ ലിങ്ക് ആയിട്ട് ഇട്ടേക്കുന്നതാണ് ഞാൻ. DPC സെർച്ച് ചെയ്താൽ ഇനി നിങ്ങൾക്ക് ഒരുപാട് നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഫൈൻ. ഒരു ലെയർ ആണ് വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ വെച്ചിട്ട്. എവിടത്തെ ലെയർ ആണ്? നമ്മള് സൂപ്പർ സ്ട്രക്ചർ കെട്ടത്തില്ലേ, ഭിത്തി കെട്ടത്തില്ലേ, നമ്മൾ പ്ലിന്ത് കഴിഞ്ഞിട്ട് മേളിൽ കെട്ടുമെന്ന് പറഞ്ഞില്ലേ, അതിന്റെ എബോ, ആ സൂപ്പർ സ്ട്രക്ചർ വാൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു DPC ലെയർ നമ്മൾ കൊടുക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞ് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ഒരു ലിന്ത് ലെവലിന്റെ ഹൈറ്റും കൊടുക്കും. കൂടാതെ ആ പ്ലിന്ത് ഹൈറ്റിന്റെ മേലിൽ ഒരു ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കണം. ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അവിടെ സ്ലാഷ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് അസ്ഫാൾട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ വാട്ടർ പ്രൂഫിന്റെ സിമെന്റ് അവൈലബിൾ ആണ്. ഈ ശോഭാനയാണോ? ശോഭാന വരയ്ക്കുന്നുണ്ടല്ലോ മഞ്ഞ കളറില്. കൊള്ളാം, അത് കൈപ്പെടുന്നതാണോ കുഞ്ഞെ? ഓക്കെ, ഗുഡ്, ഫൈൻ. ഈ ഈർപ്പം പെട്ടെന്ന് സൂപ്പർ സ്ട്രക്ചറിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൂഫ് നമ്മൾ കൊടുക്കുന്നു. അതിപ്പോ ഒരുപാട് സിമെന്റ് അവൈലബിൾ ആണ്, വാട്ടർ പ്രൂഫ് സിമെന്റ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ സാധാരണ അസ്ഫാൾട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഷീറ്റ് പോലത്തെ സാധനങ്ങളുണ്ട്, ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു സാധനം നമുക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? ഡാമേജ് ഉണ്ടാകത്തില്ല, ഈർപ്പം വരില്ല, റൈസ് ആവത്തില്ല, കൂടുതൽ റൈസ് ആവത്തില്ല. ഗ്രൗണ്ട് സർഫേസിൽ നിന്ന് ഭിത്തിയിലോട്ട് ഈർപ്പം അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ്, വെള്ളത്തിനെയാണ് പറയുന്നത്. ഈർപ്പം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനെയാണ് നമ്മൾ ഡാം പ്രൂഫ് കോഴ്സ് അല്ലെങ്കിൽ DPC ലെയർ എന്ന് പറയുന്നത്. അത് ഏത് മെറ്റീരിയൽ വേണം കൊടുക്കാം. അസ്ഫാൾട്ട് കൊടുക്കാറുണ്ട്, ഷീറ്റ് കൊടുക്കാറുണ്ട്, ഇപ്പോൾ വാട്ടർ സിമെന്റ് ആയിട്ട് സിമെന്റ് കൊടുക്കാറുണ്ട്. ഇതാണ് ഇവിടെ കൊടുക്കുന്നതല്ല. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ലെയർ കൊടുക്കും. ഓക്കെ, റൈറ്റ്. പ്ലിന്ത് കൊടുത്തു, അത് DPC കൊടുത്തു, DPCയുടെ മേളിൽ അഗൈൻ സൂപ്പർ സ്ട്രക്ചർ വരും. ഇവിടെ DPC കൊടുത്തില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം? ഇൻ ഷോർട്ട്, DPC കൊടുത്തില്ലെങ്കിൽ വാട്ടറിന്റെ ലെവൽ കൂടുമ്പോൾ അത് നേരെ ഡയറക്റ്റ് ആയിട്ട് സൂപ്പർ സ്ട്രക്ചറിൽ കയറും. അപ്പൊ ഇങ്ങനെ ഒരു മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്, ഈ മെറ്റീരിയൽ അത് അബ്സോർവ് ചെയ്തോളും, മേലോട്ട് സൂപ്പർ സ്ട്രക്ചറിലോട് വിടില്ല. ഓക്കെ, അപ്പം ഇൻ കേസ് ഡാമേജ് കൂടിക്കഴിഞ്ഞാൽ, ഈർപ്പം വെള്ളം പോലത്തെ സാധനങ്ങൾ സൂപ്പർ സ്ട്രക്ചറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഭിത്തിയുടെ സ്ട്രെങ്ത് കുറയ്ക്കും. അപ്പം കുറയ്ക്കുന്ന മാത്രമല്ല, ഫംഗൈ, ഡീകളറേഷൻ, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പം അലർജിക് കണ്ടീഷൻസ് നമുക്ക് ഉണ്ടാവും, ഹെൽത്തിനെ ഇഫക്ട് ചെയ്യും. ഓക്കെ, അതേപോലെ പെയിന്റും പ്ലാസ്റ്റർ, പെയിന്റ് പച്ച കളറായിട്ടും കറുത്ത കളറായിട്ടും ഒക്കെ മാറാൻ തുടങ്ങും, ഡിസ്കളറേഷൻ ഉണ്ടാവും പെയിന്റും. അതേപോലെ പ്ലാസ്റ്ററിങ്ങില് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ പിന്നെ മെയിൻ്റനൻസ് ചെയ്യാൻ നടക്കണം, അതിന്റെ കോസ്റ്റ് കൂടും. അപ്പൊ എപ്പോഴും DPC പ്രൊവൈഡ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. എപ്പോഴും ബ്രിക്മെൻസ്, അതായത് പ്ലിന്ത് കെട്ടുന്നു, അതിന്റെ മേലിൽ ഒരു DPC നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആ DPC പ്രൊവൈഡ് ചെയ്യുന്നത് ബ്രിക്ക് വോൾ എത്രയാണോ നമ്മൾ വിട്ട് കൊടുക്കുന്നത് ആ സെയിം തിക്നെസ് തന്നെ നമ്മൾ കൊടുത്താൽ മതി. ഒരു 2.5 സെന്റിമീറ്റർ ടു 5 സെന്റിമീറ്റർ ഒരു DPC നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു കേസ് സില്ല്, അടുത്തൊരു കമ്പണന്റ് എന്ന് പറയുന്നത് സിൽ. ഇത് സില്ല് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് നോക്കിയേ, ഇതാണ് സിൽ ലെവൽ. നമ്മളൊരു ഫ്ലോർ കണ്ടോ, നമ്മളിവിടെ കൊടുത്തു, ഫൗണ്ടേഷൻ കൊടുത്തു, ലെന്ത് ലെവൽ കൊടുത്തു, DPC കൊടുത്തു, സൂപ്പർ സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുക. ഒരു സില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വിൻഡോ ആണ്, ജനല്. ഈ ജനലിൽ നിന്ന് ഇതായിരിക്കുന്നത്, ഇത് ജനലിന്റെ ബോട്ടം കണ്ടോ, ഈ ബോട്ടം ലെവലിൽ നിന്ന് ആ ഫ്ലോർ വരെ, അതിനെയാണ് നമ്മൾ സിൽ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, റൈറ്റ്. ഇത് നമ്മളെ ലിന്തലാണേ. ഓക്കെ, ഒരു വിൻഡോ ഉണ്ട്, വിൻഡോയുടെ ബേസ് ലെവലിൽ നിന്ന്
ഇതിനെ നമ്മൾ സിൽ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ദ ബേസ് പോയിന്റ് ഓഫ് എനി വിൻഡോ. വിൻഡോ വെച്ച ജനല്, ഓക്കെ, ബേസ് പോയിന്റ് ആണ് ഇൻ ഹൗസ്. ആ ലെവൽ വരെ വിൻഡോസ് ആർ പ്ലേസ്ഡ്. സിൽ ഇസ് വെരി ഇമ്പോർട്ടന്റ്. എന്നാലും ഒരു ഈവൻ വിൻഡോ ലെവലിനൊക്കെ ഒരു ഈവൻനെസ് കിട്ടത്തുള്ളൂ. പ്രോപ്പർ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്റർ ചെയ്യുന്നതിന് ഇതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഈസി ഹാബിറ്റേറ്റ്, ഒരു ഡിസ്കംഫോർട്ടും ഇല്ലാതെ ലുക്ക് ഔട്ട്സൈഡ്, പുറത്ത് നോക്കാനുള്ള കംഫർട്ട് ഒക്കെ കൊടുക്കുന്നത് ഈ സിൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും വി ഹാവ് ടു മെയിൻറ്റെയിൻ സിൽ ലെവൽ ഓഫ് 3 feet ഓർ 900 mm. എപ്പോഴും സിൽ ലെവൽ ഓഫ് എനി ഹൗസ് ഷുഡ് ബി അറൌണ്ട് അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത്. സിൽ ലെവൽ കൊടുക്കണം. ഓക്കെ, 3 feet ഓർ 900 mm കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് സീലിംഗ് ഹൈറ്റ് ആണ്. ഇത് ലിന്തല്, ഇത് സിൽ ലെവല്. ഇത് ലിന്തല് ബേസ് ചെയ്യുന്ന അത് ഇതുവരെ ലിന്തൽ ഹൈറ്റ് എന്ന് പറയാം. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ ലിന്തൽ, അടുത്ത കമ്പോണന്റ് നമ്മൾ പറയുന്ന ലിന്തൽ, അതായത് നമ്മൾ വിൻഡോയുടെ മേളിലോ ഡോറിന്റെ മേളിലോ ഒരു ബേസ് സ്ലാബ് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് ഇത്. ഓക്കെ, എല്ലാവർക്കും അറിയാം, വീട്ടിലുള്ളതാണ്, നിങ്ങൾ ഫിസിക്കലി കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. RC വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. RC എന്ന് പറഞ്ഞാൽ RC റെയിൻഫോഴ്സ് സിമന്റ് കോൺക്രീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സിമെന്റിന്റെ കൂടെ കമ്പിയും ഉണ്ടായിരിക്കും. ഓക്കെ, എപ്പോഴും എവിടെയെങ്കിലും ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്പണിങ്സിന്റെ മേളിലെല്ലാം നമ്മൾ ഈ ലിന്തൽ പ്രൊവൈഡ് ചെയ്യും. അത് ജനലാവാം, ഡോറുകളാവാം. ഓക്കെ, അവിടെ എല്ലാം തന്നെ നമ്മൾ ലിന്തൽ കൊടുക്കും. ലിന്തൽ ലോഡ്സ് എടുക്കും. വിൻഡോയിൽ നിന്നും ഡോറിൽ നിന്നും ഓപ്പണിങ്സിൽ നിന്നും വരുന്ന എല്ലാ ലോഡും തന്നെ ലിന്തൽ എടുക്കും. അതുകൊണ്ടാണ് അത് RC എന്ന് പറഞ്ഞത്, റെയിൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ്. ലോഡ് എടുക്കുന്ന ഒരു സാധനമാണ്. ഇപ്പൊ സിമെന്റ് മാത്രം ഇട്ടുപോയാൽ ക്രാക്കും ഫെയിലിയറും ഉണ്ടാവും. അപ്പൊ കമ്മിങ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സ്ട്രോങ് എനഫ് ടു ഹോൾഡ് ഓൾ ദ ലോഡ്സ്. ഓക്കെ, അതിപ്പോ ഡോറിനും വിൻഡോയ്ക്കും എന്താണ് ജനറൽ ആയിട്ട് സേഫ് ബോർഡ് അത് കൊടുക്കും. ജനറലി ലിന്തൽ വിത്ത് വിത്ത് ഓഫ് ദ വോൾ എങ്ങനെ കൊടുക്കുന്നത്? ലിന്തൽ വിത്ത് ഈസ് സെയിം ഓഫ് ദ വിത്ത് ഓഫ് ദ വോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല, അത് ഡിപ്പെൻഡന്റ് ആണ്. ചില സ്ഥലങ്ങളില് വിത്ത് ഓഫ് ദ വോൾ സെയിം ആയിട്ട് കൊടുക്കും, ചില സ്ഥലങ്ങളിൽ അങ്ങനെ ആയിരിക്കത്തില്ല കൊടുക്കുന്നത്. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ സ്പെസിഫൈഡ് ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ പറയാൻ ഫീറ്റിംഗിൽ പറയാം, 3 feet നമുക്ക് പറയാം. പക്ഷെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോഡ് അത് നമുക്ക് നോക്കാം. അടുത്തത് സജാസ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കേട്ടിട്ടുണ്ടാവും. ഇതാണ് സാധനം. ജനലിന്റെ മേളില് പുറത്തോട്ട് ഇങ്ങനെ ഒരു സാധനം ഷെയ്ഡ് പോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, റൈറ്റ്. ഇതാണ് സജാസ്. വെതർ ഷെയ്ഡ് എന്ന് പറയും. ക്ലൈമറ്റ്, ലൈറ്റ്, മഴകൾ, ലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് ഒന്നും അടിക്കാതിരിക്കാനും, പിന്നെ മഴ വരുമ്പോ കച്ച ഒന്നും അടിക്കാതിരിക്കാനും, വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് കൊടുക്കാറുണ്ട്. ജനലിന്റെ മേളില് അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് ജനലിന്റെ മേളിൽ കൊടുക്കും. എപ്പോഴും പുറത്താണ് അത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെള്ളവും ലൈറ്റും ഡയറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്താൽ ചിലപ്പം ഡിസ്കംഫോർട്ടബിൾ ഉണ്ടാവാം. അത് മെയിൻ ആയിട്ട് RCC വെച്ചിട്ടാണ് ചെയ്യുന്നത്, റെയിൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലെന്ത് ഓഫ് ജാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? വിൻഡോയുടെ വിത്ത് വേണം, പ്ലസ് 2 സൈഡ് ബിയറിംഗ് കൊടുക്കണം അല്ലെ, ക്ലിയറൻസ്. അതൊരു 0.15 meter ക്ലിയറൻസ് കൊടുക്കണം. അപ്പം ഒരു വിത്ത് വിൻഡോ ഒരു 0.45 meter ടു എത്ര വരെ പോവാം? 0.60 meter വരെ പോവാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് സാധനം ജാസ്. അപ്പം നിങ്ങൾ ആ ഇമേജ് നോക്കിക്കൊണ്ടേ, ലിന്തൽ ഏതാണ്, ഓക്കെ, സിൽ ലെവൽ ഏതാണ്, പ്ലിന്ത് ലെവൽ ഏതാണ്, അജാസ് ഏതാണ്, ക്ലിയർ ആയിട്ട് ഈ ഇമേജ് അതിനാ കാണിച്ചു തരുന്നത്, മനസ്സിലുണ്ടാവാൻ. അല്ലാതെ ഇമേജ് ഒന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല. മനസ്സിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഈ ഇമേജ് കയറി വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത കമ്പോണൻസ് നിങ്ങൾ പറഞ്ഞു, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഹൊറിസോണ്ടൽ സ്ട്രക്ചർ ബീം, വെർട്ടിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കോളം, ഭിത്തി കെട്ടിയേക്കുന്ന ബ്രിക്ക് വർക്ക്, താഴെ ഇത് തറ എന്ന് പറയുന്നത് ഫ്ലോറിംഗ്. ഇത് കമ്പോണൻസ് നോർമലി എല്ലാവർക്കും അറിയുന്ന സാധനം. ഓൾ ദ ലോഡ്സ് മേ ഗെറ്റ് ട്രാൻസ്ഫർ ടു കോളം ആൻഡ് ബീംസ്. ബീമി വന്ന് കോളം വന്ന് പിന്നെ ഗ്രൗണ്ടിൽ പോവും എന്ന് ലോഡ് ബിയറിംഗും ഫ്രെയിം സ്ട്രക്ചറൊക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് ഷോർട്ടായിട്ട് പഠിക്കാൻ വേണ്ടി ഒരു ടാബിൾ കോളം ഫോമിലാണ് ആക്കിയേക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ കമ്പോണൻസ് വരുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് റീകോൾ ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷൻ എല്ലാവർക്കും അറിയാം, പറഞ്ഞ ട്രാൻസ്ഫർ ദ ലോഡ് ഓഫ് ദ ബിൽഡിംഗ്. ഗ്രൗണ്ടിൽ നിന്ന് സേഫ് ആയിട്ട് ഈവൻ ആയിട്ട് യൂണിഫോം ആയിട്ട് താഴോട്ട് സോയിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പ്ലിന്ത് എന്ത് ചെയ്യും? റൈസസ് ദ ബിൽഡിംഗ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പൊക്കി വെക്കും. അപ്പം വെള്ളം എൻട്രി ചെയ്യാൻ നോക്കിക്കോളും. അപ്പൊ ഡാമേജ് ഉണ്ടാവില്ല. ഭിത്തി, വോൾ എന്ന് വെച്ചാൽ എന്താണ്? ഭിത്തിയാണ്. ഭിത്തിക്കാണ് വോൾ എന്ന് പറയുന്നത്. പാർട്ടീഷൻ ആണ്, പ്രൈവസി ഉണ്ടാക്കും, സ്പേസ് ഡിവൈഡ് ചെയ്യും, സപ്പോർട്ടും പ്രൈവസി സെക്യൂരിറ്റി ഉണ്ടാക്കും. ഫ്ലോർ എല്ലാവർക്കും അറിയാം. ഫ്ലോർ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. ഇറ്റ് വിൽ പ്രൊവൈഡ് എ ഫ്ലാറ്റ് ആൻഡ് യൂസബിൾ ഏരിയ. ഇറ്റ് വിൽ ഒരു സ്ഥലത്ത് പോകാനായിട്ടുള്ള ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. റൂഫ് ബിൽഡിങ്ങിന് മഴയിൽ നിന്നും ലൈറ്റിൽ നിന്നും
എന്താണ് വെള്ളത്തിൽ നിന്നും എല്ലാം തന്നെ എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യുന്ന സാധനമാണ് റൂഫ്. ഡോറ് കയറാനും പോവാനും ഒരു ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നു. വെന്റിലേഷൻ ഉണ്ട്, അത് അടച്ചാൽ മാത്രമേ സെക്യൂർഡ് ആവത്തുള്ളൂ. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ആക്സസ് ഉണ്ടാക്കുന്ന ഡോറാണ്. വിൻഡോ വേണം, വെന്റിലേഷൻ വേണം, നല്ല ലൈറ്റും എയറും ഒക്കെ കയറണം. സ്റ്റെയർ മേളിൽ നിന്ന് താഴെ പോകണമെങ്കിൽ എന്തായാലും സ്റ്റെയർ വേണം, വെർട്ടിക്കൽ മൂവ്മെന്റ് തരുന്ന സാധനം. ബീമും ഓൾറെഡി പറഞ്ഞു നമ്മൾ, ഹൊറിസോണൽ മെമ്പർ, ലോഡ് കയറി താഴോട്ട് കോളത്തിലൂടെ പാസ് ചെയ്ത് താഴോട്ട് ലോഡ് വിടും. കോളം വെർട്ടിക്കൽ മെമ്പർ ആണ്, ഇതും ലോഡ് കയറി ഫൗണ്ടേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്തോളും. ലിന്തല് ഹൊറിസോണ്ടൽ സപ്പോർട്ട് എവിടെയാണെന്ന് പറഞ്ഞത്, ജനലോ ഡോറിന്റോ മേളില് ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു സപ്പോർട്ടിനെയാണ് നമ്മൾ ലിന്തൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇത് പെട്ടെന്ന് റിക്കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ് കോളം ഫോമില് പറഞ്ഞു തന്നതാണേ. നമുക്കിനി ഇതിന്റെ ബേസിൽ കുറെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, സഞ്ജു ഉണ്ണി റെഡി അല്ലേ? Yes, miss. സഞ്ജു okay, good. Now let's see. നമുക്ക് നോക്കാം. The part of the building located between the ground and the floor level is called. The part of the building Plinth. B. located with the ഗ്രൗണ്ടും ഫ്ലോറും ആണേ. ഗ്രൗണ്ട് ഫ്ലോർ ആരാ? പ്ലിന്ത്. പ്ലിന്ത്, ഗുഡ്. പ്ലിന്ത് ഇവിടെ ടിക്ക് ചെയ്തു. ഗുഡ് ഗുഡ് ഗുഡ്. പ്ലിന്ത്. Right. Which component is used to support the load above doors and windows? C. Which component is used to support the load above door and ഡോറിന്റെയും ജനലിനെ മേലിൽ കൊടുക്കുന്ന സാധനം എന്തായിരുന്നു? സി, ഗുഡ്. ലിന്തൽ. ഗുഡ് ഗുഡ് ഗുഡ്. വിവേക് ആൻഡ് സഞ്ജു, ഗുഡ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. What is the main purpose of സജ അല്ലെങ്കിൽ ഇതിന്റെ പേര് അതിന്റെ നമ്മൾ പറഞ്ഞ സൺഷെയ്ഡ് എന്നാ പറയുന്നത് കേട്ടോ. അതിന്റെ ടെക്നിക്കലി പറയുന്നതാണ് സജന എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊട്ടക്ട് ഫ്രം റെയിൻ ആൻഡ് സൺ. ഗുഡ് ഗുഡ്, ഫൈൻ. നെക്സ്റ്റ്, അടുത്തിലോട്ട് പോവാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് കിട്ടും, ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചെയ്താൽ മതി. നെഗറ്റീവ് മാർക്ക് ഇല്ല, കുറച്ച് സൂക്ഷിച്ച് ചെയ്താൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. The horizontal structure member that support load from floor. ഹൊറിസോണ്ടൽ ആണ്, അപ്പം ബീമാണ് കേട്ടാ. വെർട്ടിക്കൽ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആരായിരുന്നേനെ? വെർട്ടിക്കൽ ആയിരുന്നെങ്കിൽ കോളം ആയിരുന്നേനെ. മാറിപ്പോയത്. അതെ അതെ, ഓക്കെ, ഗുഡ്. Which of the following components enclose space and provide security and privacy? C. Wall. Okay, enclosed space, security, privacy എന്താണ്? ഭിത്തി. Okay, okay, good. Wall. Thus, which component of a building system is responsible for water supply and drainage? Which component of a building system is responsible for water supply and drainage? അടാ, വാട്ടർ സപ്ലൈ നമ്മൾ അമ്യൂണിറ്റീസ് നോക്കിയില്ലേ? അമ്യൂണിറ്റീസിനകത്ത് എന്തൊക്കെ പറഞ്ഞു? വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ്, സീവേജ് അല്ലേ? അതാരാ നമുക്ക് വരുന്നത്? യൂട്ടിലിറ്റീസ് ആണ്. ഓക്കെ, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ്, അങ്ങനെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിസ്റ്റത്തിൽ, ബിൽഡിംഗ് സിസ്റ്റമായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? MVP അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുന്നത്? യൂട്ടിലിറ്റീസ് എന്ന് പറയും. ഓക്കെ, യൂട്ടിലിറ്റീസ്. ഫൈൻ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എല്ലാരും ക്ലിയർ ഡ്രോയിങ്സ് കൊടുക്കണേ, ക്ലിയർ ഡ്രോയിങ്സ് കൊടുക്കണേ. ഇത് ഒന്ന് വരയ്ക്കുമ്പോ എല്ലാ പേജിലിട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് ക്ലിയർ ഡ്രോയിങ്സ് കൊടുത്തേ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഓരോ പേജിൽ പോകുന്ന ക്ലിയർ ഡ്രോയിങ്സ് കൊടുത്തോ. Okay. The primary function of a damp proof course in a building. Good. See. ഡാം പ്രൂഫ് തന്നെ ഒരിക്കലും ഭിത്തിയിലോ വീട്ടിനകത്തോ ഈർപ്പം കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് prevent moisture from running. This one.
അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വേർ ഈസ് ദ ഡാം പ്രൂഫ് കോഴ്സ് യൂഷ്വലി പ്രൊവൈഡ് ഇൻ ബിൽഡിംഗ്? എവിടെയാണ് ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കേണ്ടത് നമ്മള്? At plain level within foundation and wall. Okay, good. Right. Okay, clear drawings കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which of the following material is commonly used for dam proofing? ഡാം DPCക്ക് ഞാൻ പറഞ്ഞൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ മെറ്റീരിയൽസും കൊടുക്കുന്ന മെത്തേഡും പറഞ്ഞിട്ടുണ്ട്. സിലബസിൽ പറയാത്തോണ്ട് ആ ഡീറ്റെയിൽ ഞാൻ പോകാത്തത്. ആ DPC ലിങ്ക് ക്ലിക്ക് ചെയ്ത മെറ്റീരിയൽസിലോട്ട് പോകും കേട്ടോ. Which component of a building system is responsible? അത് അല്ല, which of the materials is commonly used for dam proofing? ഏതാടാ? ടിമ്പർ കൊടുക്കോ? ഇല്ല, കൊടുക്കൂല. ബ്രിക്ക് കൊടുക്കോ? ചെങ്കലാണോ മോട്ടറാണോ കൊടുക്കുന്നത്? ഇല്ല. തെർമോകോൾ കൊടുക്കോ? ഇല്ല. പോളിത്തീൻ ഷീറ്റ് ഞാൻ പറഞ്ഞില്ലേ, അല്ലെ ഏത് ഷീറ്റ് വേണമെങ്കിലും ആവാം. പോളിത്തീൻ ഷീറ്റാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, പോളിത്തീൻ ഷീറ്റ്. ഓക്കെ, ഫൈൻ. റൈസിംഗ് ഡാമേജ് ഇൻ വോൾ കാസസ് എന്ത് സംഭവിക്കും? Here. C. പീലിംഗ് ഓഫ് പെയിന്റ് ആൻഡ് പ്ലാസ്റ്റർ. പെയിന്റും പ്ലാസ്റ്റേഴ്സ് ഒക്കെ അങ്ങ് ഇളകി പോകും, അതും ഉണ്ടാക്കാം. പിന്നെ വേറെ ഓപ്ഷൻസും ഉണ്ടാക്കാം. എന്താണ്? ഡിസ്കളറേഷൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഇടാം. പിന്നെ അൺഹെൽത്തി കണ്ടീഷൻ അല്ലെങ്കിൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യും അങ്ങനെ ഒരു കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ഇടാം. അത് നോക്കി സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നമുക്ക് ബെറ്റർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് പീലിംഗ് ഓഫ് പെയിന്റ് ആൻഡ് പ്ലാസ്റ്റർ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് അടുത്തിലോട്ട് പോവാം. The thickness of typical DPC എത്ര? A. ടിപ്പിക്കൽ TPC 2 തൊട്ട് 5 mm വരെ മതിയോ ലെയർ? നോർമൽ സ്റ്റാൻഡേർഡ് പറയുന്നത് എത്രയാ? 20 to 30 mm ആണ് കേട്ടോ. 20 to 30 mm. തിക്നെസ് ഓഫ് എ ടിപ്പിക്കൽ DPC ലെയർ ഈസ് യൂഷ്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 20 to 30 mm എങ്കിലും പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. Which of the following is a common sign of dampness? Symptom. First symptom. Yes, good. ഇവിടെ ആൻസർ വന്നു. ബ്ലൂ കളർ ആരോ വന്നിട്ടുണ്ട്. It's nothing but efflorescence. Efflorescence വെച്ചതല്ല, വൈറ്റ് കളർ. ഞാൻ പറഞ്ഞു ഓൾറെഡി വെള്ള കളറിലെ ഒരു ഡിസ്കളറേഷൻ നമുക്ക് അവിടെ കാണാം, പൂപ്പല് പോലെ. ഓക്കെ, വൈറ്റ് കളർ ഡെപ്പോസിറ്റ്. ഫൈൻ, എഫ്ലോറോസൻസ്. ഗുഡ്. മിൽവേഴ്സും ആരോ കാണിച്ചിട്ടുണ്ട്. ഒരു നീല കളർ സഞ്ചു ആണെന്ന് തോന്നുന്നു. സഞ്ചു. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, മൂവിങ് ടു നെക്സ്റ്റ്. Which of the following is not a method of dam proofing? Not a method ആണ്. ഇന്റഗ്രൽ ട്രീറ്റ്മെന്റ് ചെയ്യും, സർഫസ് കോട്ടിംഗ് ചെയ്യും, മെമ്പർ ഡാം പ്രൂഫിംഗ് ചെയ്യും. ഏതാ? C. വാട്ടർ സപ്ലൈ. C. വാട്ടർ സപ്ലൈ ഇൻസ്റ്റാളേഷൻ ഇസ് നോട്ട് എ മെത്തേഡ്. ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. സർഫേസിൽ പോയി കഴിഞ്ഞാൽ കോട്ടിംഗ് ചെയ്യാം മെറ്റീരിയൽ വെച്ചിട്ട്. മെമ്പറൈൻ ഡാം പ്രൂഫിംഗ് ചെയ്യാം. ഒരു ഷീറ്റ് പോലെയോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് ഫിൽസ്റ്റർ മെമ്പറൈൻ വെച്ചിട്ട് നമുക്ക് പ്രൂഫ് ചെയ്യാം. പക്ഷെ അവിടെ ഒരു വാട്ടർ സപ്ലൈ ഇൻസ്റ്റാളേഷൻ ഒന്നും അവിടെ ഇമ്പോർട്ടന്റ്, അവിടെ ഒരു റോളേ ഇല്ല. ഓക്കെ, റൈറ്റ്, ഗുഡ്. നെക്സ്റ്റ്, അടുത്തിലോട്ട് പോവാം. ക്ലിയർ ഡ്രോയിങ്. എല്ലാവരും ക്ലിയർ ചെയ്തോ ഡ്രോയിങ്സ്? ഫൈൻ. നെക്സ്റ്റ്, ഇനി അപ്പൊ അതിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. നമ്മൾ നോക്കിയത് സൈറ്റ് സെലക്ഷൻ ഓഫ് എ ബിൽഡിംഗ്, അതിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. കമ്പോണൻസ് ഓഫ് എ ബിൽഡിംഗിൽ മെയിൻ ആയിട്ടുള്ള എന്താണ്, എങ്ങനെയൊക്കെ വരാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി. ഇപ്പൊ പുതിയ സിലബസ് ആണ്, 2025 സിലബസ് ആണ്. പോയ വർഷം വരെ നമുക്ക് 6 മോഡ്യൂൾ വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ 3 മോഡ്യൂളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. പഴയ ക്വസ്റ്റ്യൻസ് ആയിട്ട് കുറച്ച്
ഡിഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 2025 പുതിയതായിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്നത് നിങ്ങളല്ലേ ആദ്യമായിട്ട് 2025 സിലബസിൽ എഴുതാൻ പോകുന്നത് അല്ലേ? നിങ്ങളല്ലേ yes, ലക്കി miss. പേഴ്സൺസ് അല്ലേ നിങ്ങളല്ലേ? അതെ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ മെറ്റീരിയൽസ് നിങ്ങൾ റീഡ് ചെയ്യുമ്പോഴും പഴയ മെറ്റീരിയൽസ് കിട്ടുമ്പോൾ സൂക്ഷിച്ചോണേ. പഴയ മെറ്റീരിയൽസ് സൈറ്റിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ സിലബസ് വെച്ച് നോക്കണം. ചിലതൊന്നും ഇല്ല, പഴയ സിലബസിലുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇല്ല, പുതിയതായിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിലബസ് വെച്ച് കമ്പയർ ചെയ്തിട്ട് മാത്രമേ റെഫർ ചെയ്യാൻ തുടങ്ങാവൂ. ഓക്കെ, നമ്മളിവിടെ ഇവിടെ നമ്മൾ ചെയ്യുന്നതെല്ലാം ആസ് പെർ ദ ന്യൂ സിലബസ് വെച്ചിട്ടാണേ. ഇപ്പം കുറച്ച് കുട്ടികളെ എനിക്കിങ്ങനെ മെറ്റീരിയൽ അയച്ചു തന്നിട്ടുണ്ട്, ഇത് സിലബസ് ഇൻക്ലൂഡ് ആണോ ഞാൻ നോക്കിയപ്പോൾ സിലബസിൽ ഇൻക്ലൂഡ് അല്ല. അപ്പം അത് വെറുതെ പഠിച്ച് സമയം കളയണ്ട. അപ്പൊ സൂക്ഷിച്ചോണ്ടേ, സിലബസ് കയ്യിലുണ്ടാവണം എപ്പോഴും. ഓക്കെ, അടുത്തത് ബിൽഡിംഗ് കോഡ് ആൻഡ് ഇറ്റ്സ് റിലവൻസ്. ഇത് ചെറിയ പാർട്ടാണ്, പക്ഷെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ വരാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കോഡ് അല്ലെ, ബിൽഡിംഗ് കോഡ് എല്ലാവർക്കും അറിയാലോ. എന്തിനാ ഈ ബിൽഡിംഗ് കോഡ്? എന്തിനാ ഈ ബിൽഡിംഗ് കോഡ്? വെറുതെ പറഞ്ഞോ? ആരും ഇല്ലേ പറയാൻ? ഡോക്യുമെന്റ് ആണ്, ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്. അതിൽ എന്തായിരിക്കും ഉണ്ടാവുന്നത്? സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ടുള്ള മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ്സ്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതാവട്ടെ, ഏതൊരു സാധനം എടുക്കും, ഒരു ടെസ്റ്റിംഗ് ചെയ്യുന്നതാവട്ടെ, എന്ത് തന്നെയായാലും അതിന് എന്താണ് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഡിസൈൻ ചെയ്യുന്നതായാലും അനാലിസിസ് ചെയ്യുന്നതായാലും ഡീറ്റെയിലിംഗ് ചെയ്യുന്നതായാലും എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് എന്തെങ്കിലും നമുക്ക് ചെയ്താൽ മതിയോ? പറ്റൂല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനൊരു സ്റ്റാൻഡർഡൈസ് ചെയ്ത് എന്താണ് നാഷണൽ ലെവല്, അതിൽ നിന്ന് ഡോക്യുമെന്റ് സൈൻ ചെയ്ത് സ്റ്റേറ്റ് ലെവലില്, പഞ്ചായത്ത് ലെവൽ ബേസ് ചെയ്തിട്ട് അങ്ങനെ ഓരോന്നും ഓരോ ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ കയ്യിലുണ്ട്. അതിൽ ആ ഡോക്യുമെന്റിൽ മൊത്തം തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്ത റിക്വയർമെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിങ്സിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. ഓക്കെ, ദെൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ കോഡ് എല്ലാ ടൈപ്പ് ഓഫ് എല്ലാ കൺസ്ട്രക്ഷനിലും വരും. അത് സ്ട്രക്ചറിൽ ഇന്റർഫിയർ ചെയ്യും, ഫയർ റെസിസ്റ്റൻസില്, സേഫ്റ്റിയില്, ലൈറ്റിങ്, ഇലക്ട്രിക്കൽ, എനർജി കൺസേൺ, എല്ലാത്തിനും തന്നെ ഒരു സ്പെസിഫിക് കോഡ് ഉണ്ട്. ആ കോഡ് പ്രകാരം മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാം അത് എന്തായിട്ട് മാറും? ഇല്ലീഗൽ ആയിട്ട് മാറും. ഓക്കെ, സോ വി ഹാവ് സീരീസ് ഓഫ് ഓർഡിനൻസ്. സീരീസ് ഇപ്പം എഡിഷൻസ് ഉണ്ട്, ഓരോ ഓർഡിനൻസ് ഇറക്കിയിട്ടുണ്ട്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇറക്കിയിട്ടുണ്ട്, നാഷണൽ ലെവലിൽ നിന്നുണ്ട്, സ്റ്റേറ്റ് ലെവലിൽ നിന്നുണ്ട്, പഞ്ചായത്തിൽ നിന്നുണ്ട് അല്ലെ. ഓരോന്നും കോഡ്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് പരിമിതിയായിട്ട് വരുന്നത് ഏത് കോഡാണോ ആ കോഡിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയും അതിന്റെ ബേസിസിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കോഡിന് എതിരെ ആണ് ചെയ്യുന്നെങ്കിൽ അതെന്തായിട്ട് വരും? ലീഗൽ ആയിട്ട് മാറും, റെസ്ട്രിക്ഷൻസ് ആയിട്ട് മാറും. ഓക്കെ, സോ വി ഹാവ് ടു ഓൾവേസ് എന്ത് ചെയ്യണം? ഫോളോ ദ സ്റ്റാൻഡേർഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിച്ച് ആർ ഗിവൺ ഇൻ ദ കോഡിലുള്ളതുപോലെ. അപ്പൊ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ NBC അല്ലെ. NBC എന്ന് പറഞ്ഞാൽ നാഷണൽ ബിൽഡിംഗ് കോഡാണ്. ഇത് നാഷണൽ വൈഡ് ഉള്ളതാണ്. നാഷണൽ വൈഡ് ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എല്ലാ ഗൈഡ് ലൈൻസും തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ത്രൂ ഔട്ട് ദ കൺട്രി എല്ലാ ഗൈഡ് ലൈൻസും കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഓക്കെ, എല്ലാ ഏജൻസിക്കും ഒരു മോഡൽ കോഡാണ്. ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ്, ഇതിന്റെ ചുക്കാൻ പിടിച്ചിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും പഞ്ചായത്തിലായാലും എല്ലാ ഏജൻസിയും ആ ഒരു മോഡലില് നോക്കിയിട്ട് അത് അഡോപ്റ്റ് ചെയ്താണ് കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പൊ PWD ആയാലും LSTD ആയാലും എനി ലോക്കൽ ബോഡീസ് ആയാലും എല്ലാം കോഡ് മെയിൻ ആയിട്ട് റെഫർ ചെയ്യുന്നത് NBC വെച്ചിട്ട്. ആൻഡ് ദെൻ NBCന് താഴെ നമുക്ക് സ്റ്റേറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ, KBR പറയുന്ന കേരള ബിൽഡിംഗ് കോഡ് പറയുന്ന കാര്യങ്ങൾ, KMBR കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ ബേസിൽ LSTD ഒക്കെ ആണെങ്കിൽ KMBR ആയിരിക്കും പോകുന്നത്, KBR പോകുന്നതുണ്ട്. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് വർക്ക് ഏതാണോ നമുക്ക് റൂൾസ് ഫോളോ ചെയ്യേണ്ടതെന്ന് കോഡ് പറയുന്നത്, സ്റ്റേറ്റ് പറയുന്നത്, അതിന്റെ ബേസിൽ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പം ഇതില് മെയിൻ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് റെഗുലേഷനെ കുറിച്ച് പറയുന്നുണ്ട്, കൺട്രോൾ റൂൾസിനെ കുറിച്ച് പറയുന്നുണ്ട്, റിക്വയർമെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, സേഫ്റ്റി പറയുന്നുണ്ട്, ഇലക്ട്രിക്കൽ സെക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, പ്ലംബിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എപ്പോഴും നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും as per the കോഡ് മാത്രമേ ചെയ്യാവൂ. ഓക്കെ, ഒരു മിനിറ്റ്, റൈറ്റ്, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന കോഡ് ഏതൊക്കെയാന്ന് നോക്കാം. എവല്യൂഷൻ ഓഫ് NBC വേണ്ട, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. നാഷണൽ ബിൽഡിംഗ് കൂടെ എപ്പം വന്നു, എപ്പോഴാണ് റിവൈസ് ഉണ്ടായത്, സെക്കൻഡ് റിവിഷൻ എപ്പോ ഉണ്ടായി, ഏതൊക്കെ കമ്മിറ്റിയിലാണ് അത് ചെയ്തത്, എത്ര പാർട്ട് ഉണ്ട് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ്.
ഇതില് നമുക്ക് NBC എടുക്കുമ്പോൾ ഇത്രയും പാർട്ടാണേ ഉള്ളത്. പാർട്ട് 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ആണ് കോമൺ ആയിട്ടുള്ളത്. ഇതിനകത്ത് 0-യില് അപ്ലൈ ചെയ്യുന്ന പ്രൊവിഷൻസും കാര്യങ്ങളും, പാർട്ട് 1 ഡെഫിനിഷൻസ്, പാർട്ട് 2 അഡ്മിനിസ്ട്രേഷൻ, പാർട്ട് 3 ഫയർ ആൻഡ് സേഫ്റ്റി, അങ്ങനെ ഓരോ സെക്ഷനും. NBC പാർട്ട് 5 ആണെങ്കിൽ അത് ബിൽഡിംഗ് മെറ്റീരിയലിനെ കുറിച്ചാണ് പറയുന്നത്. അത് കോൺക്രീറ്റ് ആവാം, സ്റ്റീൽ ആവാം, വുഡ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പം ഓരോ പാർട്ടും ഓരോ സെക്ഷനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നതും അതിന്റെ റൂൾസും റെഗുലേഷനും ആണ് തരുന്നത്. അതിന്റെ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ എല്ലാം തന്നെ ഈ പാർട്ട് നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ പറഞ്ഞത് നാഷണൽ ബിൽഡിംഗ് കോഡ്, മെയിൻ ആയിട്ടുള്ള നാഷണൽ ലെവലിൽ നിന്ന് ഇറക്കുന്ന സാധനം. ഇനി ബൈലാസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് റൂൾസും ബൈലാസും. ഈ ബൈല എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഒരു സൈറ്റില് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ കുറെ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പൊ ഇതിന്റെ അകത്ത് ബിൽഡിംഗ് ബൈലാസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ഗവേൺഡ് ബൈ സം കോഡ്. ഓക്കെ, അതിനകത്ത് കവറേജ് വരും, ഫ്രണ്ട് സെറ്റ് ബാക്ക് വരും, ബാക്ക് സെറ്റ് ബാക്ക് വരും, സൈഡ് വരും, ഓഫ് സെറ്റ് വരും, ഹൈറ്റ് വരും, ലൈറ്റിംഗ്, എർത്ത് കേക്ക്, ഹസാർഡസ് എല്ലാം തന്നെ ഇതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ നമുക്ക് പറയുമ്പോൾ രണ്ട് റൂൾ ഉണ്ട്. ഒന്ന് KBR ഉണ്ട്, ഇനി ഒന്ന് KMBR ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. KMBR കേരള ബിൽഡിംഗ് റൂൾസ് എന്ന് തുടങ്ങി 1994 ഗവൺമെന്റ് എംപവറിൽ വന്നു. ഓക്കെ, കുറെ റിലേറ്റീവ് സൈറ്റിനെ കുറിച്ചും ബിൽഡിങ്ങിനെ കുറിച്ചും അതർ സ്ട്രക്ചറിനെ കുറിച്ചും ഒക്കെ തന്നെ ഇത് ഗൈഡ് ലൈൻസ് കൊടുക്കാറുണ്ട്. പിന്നെ കുറെ സേഫ്റ്റി പ്രൊവിഷൻസും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഹൈക്കോടതി. അപ്പൊ 1984 ഹൈറൈസ് ബിൽഡിംഗ്സിനെയും കൂടെ എന്ത് ചെയ്തു, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് മെയിൻ ആയിട്ട് പറയുന്നത് എന്തൊക്കെ പറയും, KBR പറയുന്നത് നമുക്ക് എത്ര ബിൽഡിംഗിൽ പോവാം, എത്ര ഹൈറ്റ് വരെ പോവാം, എത്ര സെറ്റ് ബാക്ക് വരെ പോവാം, എത്ര റെസ്ട്രിക്ഷൻസ് പറ്റും, പാർക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ സേഫ്റ്റി നോംസ് എങ്ങനെയാണ്, യൂസേജ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, ഫ്ലോർ ഏരിയ റേഷ്യോ എങ്ങനെ, ഇതെല്ലാം ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എന്തായിരിക്കും ഈ KBR-ലും കേരള KMBR-ലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതെല്ലാം ഈ KBR ആയാലും KMBR ആയാലും ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഫ്രെയിം ചെയ്ത സാധനം. NBC അങ്ങനെയല്ല, നാഷണൽ ആണ്. ഓക്കെ, നാഷണൽ ലെവലാണ്. പക്ഷെ KBR-ഉം കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസും ഗവൺ ചെയ്തിരിക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. 1999-ലാണ് KMBR വന്നത്. ഓക്കെ, അതിന്റെ റിവിഷൻസ് നടന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് ഓപ്പറേഷണൽ കൺസ്ട്രക്ഷൻ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്ന എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പെർമിറ്റ് കേസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, എക്കോളജി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പൊല്യൂഷൻസിന്റെ ബേസിലുള്ള എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വെന്റിലേറ്റേഴ്സ്, എല്ലാ കാര്യത്തിനെയും കുറിച്ച് ഈ റൂൾസിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് NBC, KBR, KMBR പറഞ്ഞിട്ടില്ല. ഈ KBR-ഉം NBC-യും പിന്നെ കോസ്റ്റൽ റെഗുലേഷൻ സോൺ. ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺ ഒരു സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്യുന്ന സോണാണ്. ഇത് വരുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. പ്രകൃതിയെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോഡാണ്. 1986 തന്നെ അത് ഇഷ്യൂ ചെയ്തു. ഓക്കെ, കോസ്റ്റൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കടൽ തീരങ്ങളിലെയാണ് കോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇറക്കിയത് മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആണ്, MOEF ആണ് ഇറക്കിയത്. ഇത് ഹോസ്റ്റൽ റെഗുലേഷൻ സോൺസ് എന്ന് പറഞ്ഞാൽ ഈ ഹോസ്റ്റലിന് എന്തൊക്കെ പാടുണ്ട്, അതിന്റെ അടുത്ത് എന്തൊക്കെ ഉണ്ടാവാം, എന്തൊക്കെ ഉണ്ടായിക്കൂടാ, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങൾ. ഇത് ടോട്ടലി ഹോസ്റ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതിൽ ജീവിക്കുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആവട്ടെ, അനിമൽസ് ആവട്ടെ, പ്ലാന്റ്സ് ആവട്ടെ, നാച്ചുറൽ പാർക്ക് ആവട്ടെ, എക്കോസിസ്റ്റം ആവട്ടെ, ഇതിനെന്നെ ഒന്നും തന്നെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലായിരിക്കണമല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ കോസ്റ്റൽ റെഗുലേഷൻ സോൺസിൽ പറയുന്നത്. അങ്ങനെ ഈ ഹോസ്റ്റൽ റെഗുലേഷൻ സോൺ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. CRZ1-ഉം CRZ2, CRZ3, CRZ4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. CRZ1 എന്ന് പറയുന്നത് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ടാണ് പറയുന്നത്. മെയിൻ ആയിട്ട് ആ കടൽ തീരത്തിലുള്ള എക്കോളജിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ എക്കോ സിസ്റ്റം നമ്മൾ കീപ്പ് ചെയ്യണം. എപ്പോഴും ഇത് ലൈൻ ചെയ്യുന്നത് വലിയ തിരയെന്നും ചെറിയ തിരേന്റെ ഇടയ്ക്കാണ്. ലൈൻ ലോ ആൻഡ് ഹൈ ടൈഡ് ലൈനിലാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് നാച്ചുറൽ ഗ്യാസും സോൾട്ട് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യും അല്ലെ, ഹോസ്റ്റലിൽ നിന്നല്ല എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതിന്റെ പെർമിറ്റഡ് ആണോ ഇല്ലയോ, അതൊക്കെ പെർമിറ്റഡ് ഏരിയ ആണ്. എക്സ്പ്ലോറേഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസും സോൾട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്ന പെർമിറ്റഡ് ഏരിയ ആണ് CRZ1 ഏരിയ. വേറെ ഏരിയയിൽ പോയി CRZ2 പോയിട്ട് സോൾട്ടിനെയോ ഗ്യാസിനെയോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. CRZ1 പോയാൽ ഈ കാര്യം ചെയ്യാം. CRZ2 ഉണ്ടാവാൻ പാടുള്ളൂ ഓൺലി അർബൻ ഏരിയാസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഏരിയാസ് ദ പീപ്പിൾ വർ ലീവ് ചെയ്യാം, പീപ്പിളിനെ ജീവിക്കാം, ബട്ട് കൺസിഡർ CRZ2 ഈസ് കൺസിഡർ അർബൻ ഏരിയ. CRZ3 എന്ന് അർബൻ ലൊക്കാലിറ്റീസും ഉണ്ട്, റൂറൽ ലൊക്കാലിറ്റീസും ഉണ്ട്. പക്ഷെ 1ഉം 2ഉം ഇൻക്ലൂഡ് ചെയ്യാത്ത ഏരിയ ആയിരിക്കണം.
ഓക്കെ, ഇവിടെ ആക്ടിവിറ്റീസ് സർട്ടൻ ആക്ച്വലി റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ഈവൻ സം പബ്ലിക് അലൗഡ് ഇൻ ദിസ്, കുറച്ച് കൃഷിയും കുറച്ച് പബ്ലിക് ഫെസിലിറ്റീസ് മാത്രം അലോ ചെയ്യും. CRZ4 എക്കോട്ടിക് മീനുകൾ, മുതലുകൾ, അങ്ങനത്തെ ടെറിട്ടോറിയൽ ലിമിറ്റ്സ് മാത്രമുള്ള ഏരിയ ആണ് CRZ4. അത് ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഫിഷിങ്ങും മലയുടെ ആക്ടിവിറ്റീസ് മാത്രം ഇവിടെ പെർമിറ്റ് ചെയ്യും. അപ്പൊ ഈ 4 ക്ലാസിഫിക്കേഷനിൽ എന്താണ് പെർമിറ്റ് ചെയ്യുന്നത്? CRZ1 എക്സ്ട്രാക്ഷനും നാച്ചുറൽ ഗ്യാസും പെർമിറ്റ് ചെയ്യും. CRZ2 അർബൻ ഏരിയാസ് മാത്രമേ ഉള്ളൂ. Z3 റൂറലും അർബനും ഉണ്ട്. അതിന്റെ കൂടെ കുറച്ച് അഗ്രികൾച്ചറും പബ്ലിക് ആക്ടിവിറ്റീസും നടത്താൻ പറ്റും. CRZ4 only ഫിഷിംഗ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് മാത്രമേ അവിടെ പെർമിറ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു മാപ്പ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാപ്പ് അവിടെ ഉണ്ട്. ആ മാപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു CRZ1, 2, 3, 4 എന്ന്. അവിടെ എന്തൊക്കെയാണ് പെർമിറ്റഡ്, എന്തൊക്കെയാണ് പെർമിറ്റഡ് അല്ല എന്ന് സ്റ്റാൻഡർഡൈസ് ആയിട്ട് ആ ഒരു ബൗണ്ടറീസും സോൺസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിലാണ് നമ്മള് ബിൽഡിംഗ് ഈ 3 നാഷണൽ ബിൽഡിംഗ് കോഡ്, ഒരു മിനിറ്റ്, KBR, പിന്നെ കോസ്റ്റൽ സോണൽ സോൺ, ഇതിന്റെ റിലവൻസ് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കോഡിന്റെ റിലവൻസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. കേക്കാവോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഇതിനെ ബേസ് ചെയ്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് കാണുമെന്ന് നമുക്ക് നോക്കാവേ. സമയം പോകുന്നു, ഇന്നൊരു ടോപ്പിക് കൂടെ ഉണ്ട്. സ്പീഡായിട്ട് പോണം. ഓക്കെ, റൈറ്റ്. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ? പെട്ടെന്നാട്ടെ. സി ആണോ? ഉറപ്പിച്ചോ? ഓക്കെ, ഫൈൻ. സി, regulate construction standards and ensure safety. Good. Okay, next. After read it, the NBC is issued by which organization? B. Bureau of Indian Standard. Yes, good. Bureau of Indian Standard. Next, അടുത്തിലോട്ട് പോവാം. KBR deals mainly with KBR ആണ്, Kerala Building Rules. C. Urban building regulation like setback, height, FAR. Okay, good. Next, what is the main objective of hostel regulation zone rules? Main objective എന്താണ്? Regulate activity in hostel area to protect main ആയിട്ട് ecosystem protect ചെയ്യാൻ മെയിൻ ആക്ടിവിറ്റി ആണ്. B. Okay, good. Next, construction in CRS area is restricted because why? It may damage sensitive marine hostel environment, totally collapse ചെയ്യും. അതുകൊണ്ടാണ്. Good. NBC provide guidelines on which of the following? NBC fire safety, structural design and ventilation. Good. Next, അടുത്ത പേജിലോട്ട് പോവാം. ഇത്രയും ഇതില് എങ്ങനെ വേണമെങ്കിലും വരാം. ഇതാണ് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഒന്ന് മേലോട്ടൊന്ന് റെഫർ ചെയ്തേക്കണേ, റെഫർ ചെയ്തിട്ട് പോണം. ഓക്കെ, ഇനി അടുത്തൊരു മെയിൻ ടോപ്പിക്. ഇവിടെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കിട്ടും കേട്ടോ. എക്സാമിന് പോകുമ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് പോകണം. ഈ ടാബ്ലറ്റ് കോളം ഒന്ന് നോക്കിയിട്ട് പോണേ. ബിൽഡിംഗ് ഏരിയ ടേംസ് ആൻഡ് ഡെഫിനിഷൻ. ഓക്കെ, ഇതിൽ കുറെ ടേംസ് പറയുന്നുണ്ട്. നിങ്ങൾ സിലബസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം ഫസ്റ്റ് സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു. അതിൽ കാർപ്പറ്റ് ഏരിയ, ഫ്ലോർ ഏരിയ, ബിൽട്ടപ്പ് ഏരിയ, പ്ലിന്ത് ഏരിയ, FAR. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇപ്പൊ കാർപ്പറ്റ് ഏരിയ എന്താണ്? കാർപ്പറ്റ് ഏരിയ യൂസബിൾ ഏരിയ, നമുക്ക് ആക്ച്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഇൻസൈഡ് ദ റൂം. ഓക്കെ, ഒരു റൂമിന്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് കാർപ്പറ്റ് ഏരിയ. അതിൽ ആരൊക്കെ വരില്ല? ഭിത്തി വരില്ല, ബാൽക്കണീസ് വരത്തില്ല, ഇതൊന്നും വരില്ല. ഓക്കെ, ഇനി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ബെഡ്റൂം, കിച്ചൺ, ഹാള്. എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ഭിത്തിയും ടോയ്ലറ്റും. ഇത് മാത്രം ഓർക്കണം. കാർപ്പറ്റ് ഏരിയ യൂസബിൾ ഏരിയ, റൂമിന്റെ അകത്ത് യൂസബിൾ ഏരിയ, പക്ഷെ ഭിത്തിയും ബാൽക്കണീസും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ബെഡ്റൂം, കിച്ചണും ഹോളും ഇൻക്ലൂഡ് ചെയ്യാം, പക്ഷെ അതിൽ വരുന്ന ഭിത്തി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യൂല. നമ്മൾ എന്ത് ചെയ്യണം? ടോയ്ലറ്റിനെയും ഭിത്തിയും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. അതാരാണ്? കാർപ്പറ്റ് ഏരിയ. ഓക്കെ,
ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് ഏരിയ കവേർഡ് ബൈ ഓൾ യൂസബിൾ ഫ്ലോർ. ഫ്ലോർ നമുക്ക് നടക്കാൻ പറ്റുന്ന ഏരിയ എല്ലാം തന്നെ ആരാണ് ഫ്ലോർ ഏരിയ. ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ അതെല്ലാം ആരാ ഫ്ലോർ ഏരിയ, ഇൻക്ലൂഡിങ് ആരാണ് കാർപ്പറ്റ് ഏരിയ ആണ്. ഓക്കെ, അപ്പം ആഡപ്പ് യൂസ്ഫുൾ ഏരിയ ആണ് ഈച്ച്. ഓരോ ഫ്ലോറിലും നമുക്ക് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, വീട് എടുക്കാൻ ഫസ്റ്റ് ഫ്ലോറിൽ ഓരോ ഫ്ലോർ ആണെങ്കിൽ നമ്മൾ എല്ലാ സ്ഥലവും അത് യൂസ് ചെയ്യും. അത് കാർപ്പറ്റ് ഏരിയയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. യൂസ്ഫുൾ ആയിട്ടുള്ള ഏരിയ അതിനെ നമ്മൾ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. ബിൽട്ടപ്പ് ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ബിൽട്ടപ്പ് ഏരിയ കാർപ്പറ്റ് ഏരിയ ഉണ്ടാവും, അതിന്റെ കൂടെ അവിടെ നമ്മൾ എന്തു പറഞ്ഞു? ഭിത്തി ഇൻക്ലൂഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഭിത്തി ഇൻക്ലൂഡ് ചെയ്യും. തിക്നെസ് ഓഫ് എക്സ്റ്റേണലും ഇന്റർണൽ ബോർഡും ഇൻക്ലൂഡ് ചെയ്യും. കൂടാതെ നമ്മൾ കാർപ്പറ്റ് ഏരിയയിലും പറഞ്ഞു പാൽക്കണി ഇൻക്ലൂഡ് ചെയ്യൂല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും? പാൽക്കണി ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പൊ കാർപ്പറ്റ് ഏരിയ പ്ലസ് ഭിത്തി ഇൻക്ലൂഡ് ചെയ്യും പ്ലസ് പാൽക്കണി ഏരിയയും ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, എപ്പോഴും ഈ കാർപ്പറ്റ് ഏരിയയും കാട്ടി 10 to 50% മോർ ആയിരിക്കും. ഓക്കെ, പ്ലിന്ത് ഏരിയ എന്താണ്? നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു എന്താണ് പ്ലിന്ത് ഏരിയ. ഏരിയ മെഷർഡ് ഫ്ലോർ ലെവലിൽ നിന്ന് ബിൽഡിങ്ങിന്റെ ബേസ് വരെ. അവിടെ വോൾ തിക്നെസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും? ബിൽഡപ്പ് ഏരിയ ഗ്രൗണ്ട് ഫ്ലോർ ലെവൽ സെയിം ആയിരിക്കും. ഓക്കെ, FAR ഫ്ലോ വെരി ഇമ്പോർട്ടന്റ്. ഫ്ലോർ ഏരിയ റേഷ്യോ ഇസ് നത്തിങ് ബട്ട് ഡിഫറെന്റ് ടോട്ടൽ ബിൽഡപ്പ് ഏരിയ. നമുക്കിവിടെ ഓൾറെഡി ടോട്ടൽ ബിൽഡപ്പ് ഏരിയ അറിയാം. ടോട്ടൽ ബിൽഡപ്പ് ഏരിയ ടു പ്ലോട്ട് ഏരിയ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ. ടോട്ടൽ ബിൽഡപ്പ് ഏരിയ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ എത്രയാണോ അത് അറിയുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? FAR കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ജനറലി ഒരു ബിൽഡപ്പ് ഏരിയ ഒരു പ്ലോട്ട് ഏരിയ 200 തന്നിട്ടുണ്ടെങ്കിൽ പെർമിസിബിൾ FAR നമുക്ക് എടുക്കാൻ പറ്റും. പെർമിസിബിൾ FAR എന്ന് വെച്ചാൽ ആസ് പെർ KBR സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പെർമിസിബിൾ 1.5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം ബിൽഡപ്പ് ഏരിയ എത്ര അലോഡ് നമുക്ക് എടുക്കാൻ പറ്റും? 200 into 1.58 300 സ്ക്വയർ മീറ്റർ ആണ് നമുക്ക് അലോഡ് പ്ലോട്ട് ഏരിയ. അപ്പൊ പ്ലോട്ട് ഏരിയ അറിയാം. ഇനി പെർമിസിബിൾ FAR കോഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും 1.5. അപ്പൊ എത്ര ബിൽഡപ്പ് ഏരിയ ആണ് അലോഡ് എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇതില്ല, ഇതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അത് അറിയാൻ വേണ്ടിയിട്ട് കിട്ടുന്നേ ഉള്ളൂ. പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കൽ നോട്ട്. കാർപ്പറ്റ് ഏരിയ യൂസബിൾ ഏരിയ എക്സ്ക്ലൂഡിങ് വോളും പാൽക്കണീസും എക്സ്ക്ലൂഡ് ആണ്. ഫ്ലോർ ഏരിയ ഓൾ ഏരിയ യൂസ്ഫുൾ ഫ്ലോർ ഇൻക്ലൂഡിങ് കാർപ്പറ്റ് ഏരിയ. ഓക്കെ, ബിൽഡപ്പ് ഏരിയ കാർപ്പറ്റ് ഏരിയ വരും, പക്ഷെ കാർപ്പറ്റ് ഏരിയ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് കൂടെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് വരും. പ്ലിന്ത് ഏരിയ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഫ്ലോർ ലെവൽ ഓഫ് ദ ബേസ്മെന്റ് ഓഫ് ബിൽഡിംഗ് ഇൻക്ലൂഡിംഗ് ദ വോൾ തിക്നെസ്. What is FAR? Floor area ratio of total built up area to plot area. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് ബേസ് ചെയ്തിട്ട് ഇത് നല്ല പിക്ചറൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് പോണേ കേട്ടോ. ഇതിൽ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യാനുണ്ട്. ചെയർ കേസസ്, ലിഫ്റ്റ് ഷാഫ്റ്റ്, ഓപ്പൺ ബാൽക്കണീസ്. നമ്മള് പടികള് ലിഫ്റ്റ്, ചില വീട്ടിലൊക്കെ ലിഫ്റ്റ് ഷാഫ്റ്റ് ഓപ്പണിങ്സ് ഉണ്ടായിരിക്കും, ഓപ്പൺ ബാൽക്കണീസ് ഉണ്ടായിരിക്കും. ഇത് നോട്ട് ജനറലി നോട്ട് എൻകൗണ്ടർഡ് ഇൻ FAR. ഫ്ലോർ ഏരിയ റേഷ്യോയിൽ ഇത് കൗണ്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ബട്ട് ഇത് എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ബിൽഡപ്പിലും പ്ലിന്ത് ഏരിയയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓർക്കണേ, ഇതൊരു ഇമ്പോർട്ടന്റ് നോട്ടാണ്. സ്റ്റെയർ കേസ്, ലിഫ്റ്റ് ഷാഫ്റ്റ്, ഓപ്പൺ ബാൽക്കണീസ് ആർ ജനറലി നോട്ട് FAR ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബിൽഡപ്പ് ഓർ പ്ലിന്ത് ഏരിയയിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് കവറേജ് ആൻഡ് സെറ്റ് ബാക്ക് മസ്റ്റ് ഓൾസോ കമ്പൽ വിത്ത് KBR റെഗുലേഷൻ. അതേപോലെ ഫ്രണ്ട് കവറേജ്, ഗ്രൗണ്ട് സെറ്റ് ബാക്ക് എല്ലാം തന്നെ KBR റെഗുലേഷന്റെ കൂടെ ഈ FAR ആ KBRൽ പറയുന്നുണ്ട്. ഇൻ അഡീഷൻ ടു FAR പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് വിടാം. ഒരു മിനിറ്റ്. വാട്ട് ഇസ് ദ കാർപ്പറ്റ് ഏരിയ ഇൻക്ലൂഡ്? പറഞ്ഞോ. C. യൂസബിൾ ഫ്ലോർ ഏരിയ ഇൻസൈഡ് ദ വോൾ ആണേ. ഓക്കെ, ഗുഡ്. ബിൽഡപ്പ് ഏരിയ ഈസ് ഈക്വൽ ടു കാർപ്പറ്റ് ഏരിയ ഉണ്ട്. കാർപ്പറ്റ് ഏരിയയുടെ കൂടെ തന്നെ ഭിത്തി വരും, പ്ലസ് അതിന്റെ കൂടെ എന്ത് വരും? ബാൽക്കണീസും വരും. ഓക്കെ, റൈറ്റ്. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. പ്ലിന്ത് ഏരിയ ഇസ് ജനറലി കാൽക്കുലേറ്റഡ് അറ്റ് പ്ലിന്ത് ആണ്. ഇപ്പൊ ഏത് ഇന്നാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്ലിന്ത് ലെവൽ, പ്ലിന്ത് ഏരിയ.
plinth area is generally calculated at plinth floor level ആണ് floor level. ഈ അതായത് floor നമ്മൾ level. പറഞ്ഞു ഗ്രൗണ്ടിൽ നിന്ന് ഫ്ലോറിൽ നിന്ന് ആൾറെഡി നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്ലോർ ലെവലിൽ തന്നെയാണ്. ഫ്ലോർ ലെവൽ. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ്, ഫ്ലോർ ഏരിയ റേഷ്യോ ഇസ് ഡിഫൈൻഡ് as floor area is defined as built-up area divided by plot area. Okay, good. No. If the plot area is 200 square meter and FAR is 1.5, the maximum allowable built area is multiply ചെയ്താൽ മതിയെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 200 See. into 1.5, that is nothing but 300 square. Okay, 300 square meter, this one. Now, which of the following is not typically included in FAR calculation as per KBR? ഏതാ ഇൻക്ലൂഡ് ചെയ്യാത്തത്? ലിഫ്റ്റ് ഷാഫ്റ്റ് ഇൻക്ലൂഡ് Lift shaft. ചെയ്തിട്ടില്ല. ഓക്കെ, ലിഫ്റ്റ് ഷാഫ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇത്. ഓക്കെ, നെക്സ്റ്റ്, in KBR the permitted FAR for high density commercial zone can go up to FAR very high density FAR എവിടെ വരെ പോവാം? 3 or more വരെ പോവാം. Okay, in KBR the permitted FAR for high density commercial zone can go up to 3 or more. ഇത്രയും പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ്. കൂടാതെ നമുക്ക് പഴയൊരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, അത് പഴയ സിലബസ് ആണ്. എന്നാ കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. കാണാവോടാ? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാവോ? Yes, ma'am. ഇത് പഴയ സിലബസിലാണ്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഇംഗ്ലീഷ് വന്നു. നമ്മളെ സിവിൽ ഇവിടെ തുടങ്ങുന്നുണ്ട്. 3rd മോഡ്യൂളിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. മേലെ ക്വസ്റ്റ്യൻ ഇതാണ്ട് കുഴപ്പമില്ല. എന്താണ്ടാ ഏതാ ക്വസ്റ്റ്യൻ കിടക്കുന്നത്? നമ്മൾ ദ റേഷ്യോ കാണുന്നുണ്ടോ? 33. The ratio coefficient obtained by dividing the total floor area on all floors by the area of the plot is known as floor area ratio. Okay, on all the floors by area of the plot is floor area ratio. Okay, good. Next, as per the National Building Code of India, educational buildings are categorized into which group based on occupancy criteria? Educational building BE. ഓർക്കുന്നുണ്ടോ? AR Raghuman BE നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ? BE അത് ഓർത്താൽ മതി കേട്ടോ. ഗ്രൂപ്പ് ബി. ഗുഡ്. ഇവിടെ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ മോഡൽ എങ്ങനെയാണെന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നിന്ന് വേണമെങ്കിൽ 3 ചോദിക്കാം, 4 ചോദിക്കാം. സോൾ ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, റൈറ്റ്. കണ്ടത് ബാക്കിയുള്ള ഡിസ്കസ് ചെയ്യാം. കമ്മിങ് ബാക്ക്, അപ്പൊ ഇവിടെ എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, താങ്ക് യു ഫോർ ദാറ്റ്. ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ ഇടാം. ഇതും ഷെയർ ചെയ്യാം. റെക്കോർഡഡ് വീഡിയോ മീറ്റിംഗ് പ്രോഗ്രസ് അല്ലേ? റെക്കോർഡിംഗ് യെസ്. ഓക്കെ, ഷെയർ ചെയ്യാം കേട്ടോ. ചോദിക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ടോ? കൺസേൺ സ്റ്റാഫിന്റെ അടുത്ത് റെക്കോർഡഡ് വീഡിയോ ചോദിക്കാം. ടീച്ചേഴ്സ് ക്ലൗഡിൽ ചെയ്യുമ്പോൾ ചെറിയ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. കുറെയൊക്കെ ക്ലൗഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോർമലൈസ് ചെയ്ത് കിട്ടും. അല്ലാത്ത അതായത് ഡിവൈസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറാൻ പറ്റാത്ത ക്ലാസ് ആണെങ്കിൽ അത് കൺസേൺ സ്റ്റാഫിന്റെ നമ്പർ ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. റെസ്പെക്റ്റീവ് ഫാക്കൽറ്റിയെ കോൺടാക്ട് ചെയ്തിട്ട് ലിങ്ക്, ഡ്രൈവ് ലിങ്ക് ആയിരിക്കും, ഡ്രൈവ് ലിങ്ക് ഷെയർ ചെയ്യും. ഓക്കെ, അത് നിങ്ങൾക്ക് കേൾക്കാം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക കേട്ടോ. പിന്നെ എല്ലാം ആൻസർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ
3 to 4 ടൈംസ് ഒരു ക്വസ്റ്റ്യൻ തന്നെ 3 to 4 ടൈംസ് റീഡ് ചെയ്തിട്ട് മാത്രമേ ആൻസർ ചെയ്യാവൂ. പെട്ടെന്ന് കയറി ആൻസർ ചെയ്യരുത്. ചില അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് മാറിപ്പോവും. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴേ അങ്ങ് തിരക്കിട്ട് പോകും. അപ്പൊ അതൊക്കെ പോയാൽ മതി. മാക്സിമം എഴുതുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നെഗറ്റീവ് ഇല്ല അതെന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു വെക്കരുത്. ഉറപ്പായിട്ട് കുറെ മാർക്കിന് ഒരു 100-ല് 120 ക്വസ്റ്റ്യനിൽ ഒരു 60 എങ്കിലും സമാധാനത്തിൽ എഴുതണം. കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. അപ്പൊ നല്ല റാങ്കിങ്ങിൽ പോവും, നല്ല കോളേജസിൽ കിട്ടും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലും കയറി ചെയ്യരുത്. ഒരു 120 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 60 ക്വസ്റ്റ്യൻ എങ്കിലും വരുത്തിയിട്ട് മാത്രമേ പിന്നെ അടുത്തതിൽ പോവാവൂ. അടുത്തതിൽ പോകുമ്പോൾ കൺഫ്യൂഷൻ ഉള്ളത് ഓക്കെ ഇരുന്നോട്ടെ, പക്ഷെ ഒന്നും നെഗറ്റീവ് മാർക്ക് ഇല്ലാന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി പുതിയ സ്കീമിന് ഒരിക്കലും LBS-ലൊന്ന് ചോദിക്കട്ടെ. അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ചിലപ്പോൾ ലക്കിൽ ഏതെങ്കിലും കയറി വരും. പക്ഷെ 60 ഡെഫിനറ്റ്ലി നിങ്ങൾ ഉറപ്പിക്കണം കേട്ടോ. 50% മേളിൽ അങ്ങോട്ട് കയറി വരണം നിങ്ങൾ. അപ്പൊ നല്ല സ്കോർ കിട്ടും. സ്കോർ കിട്ടുമ്പോൾ എന്താണ് നിങ്ങൾ വിചാരിച്ച കോളേജസിലൊക്കെ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചോദിക്കണം. ഓക്കെ, ഷൺഷെയ്ഡ് ആണ്. ഷൺഷെയ്ഡ് അല്ലേ? അതെ, ഷൺഷെയ്ഡ് തന്നെയാ. ഷൺഷെയ്ഡ് ഇനിയൊരു പേര് സജാസ് എന്നാണ് പറയുന്നത്, ടെക്നിക്കലി നമ്മൾ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചോദിക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുക. റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കോള് കണ്ടാൽ അങ്ങോട്ട് തിരിച്ച് വിളിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇനി മോഡൽ ബേസിക് സിവിലിന്റെ മോഡൽ 2 അടുത്ത വീക്ക് ഉണ്ട്. ഡോക്ടർ ദീപ ആറായിരിക്കും എടുക്കുന്നത്. അടുത്ത ഫ്രൈഡേ സെക്ഷൻ ഉണ്ടായിരിക്കും. മോഡൽ 3 ആൻഡ് അടുത്ത വീക്ക്. അങ്ങനെ ഓരോ വീക്കിലാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് കിട്ടും.